കൊലോസ്യ ലേഖനത്തിലെ പ്രധാനപ്പെട്ട വിഷയം നസറായനാകുന്ന യേശു ക്രിസ്തുവാ. ദൈവത്തിന് മകത്ത് യേശു ക്രിസ്തുവാണ്. അതിനൊരു പദം കൊടുത്തിരിക്കുന്നത് യേശു ക്രിസ്തുവാണ് സകലത്തിലും മുമ്പൻ. അങ്ങനെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, വായിച്ചേ 1-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം വായിച്ചേ. 1:18. അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയും ആകുന്നു. സകലത്തിലും താൻ മുമ്പനാകേണ്ടത്. സകലത്തിനും താൻ മുമ്പനാകേണ്ടത്. യേശു ക്രിസ്തുവാണ് സകലത്തിനും മുമ്പൻ. ഈ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും ഒക്കെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ അവിടുന്നുണ്ട്. ഈ കാണുന്ന അണ്ടകടാകത്ത് ബ്രഹ്മാണ്ഡ കോടിനാണ്ടത്ത് നിർമ്മിക്കുന്നതിന് മുമ്പേ അവൻ അവിടുന്ന് ഉള്ളവനാ. അടുത്ത കാലത്ത് മുളച്ചു കിളിച്ച് പൊങ്ങിപ്പോ വന്ന പുത്തൻ ദൈവമല്ല ക്രിസ്തു. അവിടുന്ന് സകലത്തിന് മുമ്പനാ. ഈ ആയുസ്സിൽ ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം സകലത്തിന് മുമ്പനാകുന്ന യേശുവിനെ ആരാധിക്കുവാനും സേവിപ്പാനും അനുഗമിപ്പാനും അംഗീകരിക്കാനും ഇടയായതാ ഏറ്റവും വലിയ ഭാഗ്യം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ ലേഖനത്തിലെ പ്രധാനപ്പെട്ട വിഷയം യേശു ക്രിസ്തു സകലത്തിലും മുമ്പനാ. അതാണ് പ്രധാന വിഷയം. മാത്രമല്ല, ഇതിലെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം, ഈ ലേഖനം എന്തിനാ എഴുതിയത് എന്ന് ചോദിച്ചാൽ 1:28 ആൻസർ കിടപ്പുണ്ട്. പെട്ടെന്ന് വായിച്ചോ മോളെ. അവനെ ഞങ്ങൾ അറിയിക്കുന്നതിനാ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ട. ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായിട്ട് നിർത്താനാ. സ്തോത്രം. രക്ഷിക്കപ്പെട്ട ആ പരുവത്തിൽ നീ ജീവിക്കരുത്. ഓരോ ദിവസവും വളരണം. രക്ഷിക്കപ്പെട്ടപ്പം പ്രാർത്ഥിച്ച പ്രാർത്ഥന തന്നെ ഇപ്പോഴും കൂടിയിട്ടുമില്ല, കുറഞ്ഞു കാണും. ഇതുവരെ പ്രാർത്ഥിച്ച് തുടങ്ങാൻ ചിലർക്ക് അറിയത്തില്ല, നിർത്താനും അറിയാമല്ല. ഇതെന്നാന്ന് പോലും ചിലർക്ക് ചിലപ്പോഴത്തിൽ ഞാൻ ദീർഘവർഷങ്ങളായി ചക്കന്ന പുക്കന്നറിയാൻ മേല. കുറ്റമല്ല, ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയാ പറഞ്ഞത്. ഓരോ ദിവസവും പഠിച്ചും എറിഞ്ഞും അനുഭവിച്ചും രുചിച്ചും ഞാനും നിങ്ങളും വളരണം. ക്രിസ്തുവിൽ തികഞ്ഞവരായി തീരണം. ദൈവത്തിന് മഹത്വം. അപ്പോൾ വളർച്ച പ്രാപിച്ചില്ലേ വലിയ ബുദ്ധിമുട്ടാ. രക്ഷയ്ക്കായി വളരുവാൻ അങ്ങനെ പുസ്തകത്തിൽ വാക്യം. രക്ഷയ്ക്കായി അങ്ങനല്ലേ മോളെ? 2:1 മുതൽ വായിച്ചേ. ഈ 2 പത്രോസിന്റെ 1-ാം ലേഖനം 2:1 മുതൽ വായി കുഞ്ഞേ. വായിച്ചോ. എന്നാൽ പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 1 മുതൽ വായിച്ച്. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ജനവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ. പ്രയോഗം ശ്രദ്ധിച്ചല്ലോ. ആകയാൽ സകല ദുഷ്ടതയും ചതിവും വ്യാജഭാവവും അസൂയ എല്ലാ നുണയും. ഒരു നുണയല്ല. ഇപ്പൊ പറയുന്നില്ല, വാട്സപ്പിൽ ഇടാൻ നുണ വിടുന്നത്. ചായ ഇപ്പൊ പറയത്തില്ലല്ലോ, അടിച്ചങ്ങ് വിടുക നുണ. എല്ലാ നുണയും. വ്യാജഭാവം വിസ്തരിക്കുന്നില്ല, എന്റെ വിഷയമല്ല. വ്യാജഭാവം വളരണമെങ്കിൽ ഇതെല്ലാം വിടണമെന്ന്. നീ എന്നാ മുരടിച്ചിരിക്കുന്നത്? അകത്ത് മുഴുവൻ ഇതിരിക്കുക. എന്നാ രക്ഷപ്പെടാത്ത? അകത്ത് മുഴുവൻ കുജുമ്പും മുന്നായ്മയും പകയും വിദ്വേഷവും. പിന്നെങ്ങനെ വളരുന്നേ? കുഴപ്പമില്ല, ഞാൻ കൈകാര്യം ചെയ്തോളാം. അപ്പൊ ശ്രദ്ധിക്കുക, അകത്ത് ദുഷ്ടതയും ചതിവും വ്യാജഭാവവും അസൂയയും. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കി പറയുക. പ്രിയരെ, നമ്മളെ നന്നായിട്ട് അറിയുന്ന ഒരു ദൈവമുണ്ട്. വ്യാജഭാവമൊന്നും കാണിക്കരുത്. ഒരു സെന്ററിൽ പെടുന്ന സെന്റർ കൺവെൻഷൻ ആയതുകൊണ്ട് ആ സെന്റർ എന്ന് ഉദ്ദേശിക്കുന്നത് ലോക്കലാന്ന് ലോക്കലി പറഞ്ഞാലും. ഒരു സെന്ററിൽ കൂടുന്നവരെ കൈ കൊടുക്കുകയില്ല, മിണ്ടുകയില്ല. ഇനിയിപ്പം മുമ്പേ അവിടെ അനൗൺസ് ചെയ്തു തിരുമേശയ്ക്കുള്ളവരെല്ലാം വരണമെന്ന്. തമ്മി യോജിക്കണേ. എന്നുവെച്ച് വേണം അപ്പം നുറുക്കാൻ. നിങ്ങൾ പ്രശ്നക്കാരാന്നല്ല, ഞാൻ പൊതുവിലായി പറയാന്നേ. കൈ കൊടുക്കാത്തവരുണ്ട്, മിണ്ടാത്തവരുണ്ട്, സഹകരിക്കാത്തവരുണ്ട്. അകത്ത് വൈരാഗ്യവും പകയും വെച്ചോണ്ട് അപ്പം നുറുക്കിയാൽ വെടിമരുന്നകത്തോട്ട് ചെല്ലുക. ഒരു ദിവസം പൊട്ടും. മനസ്സിലായോ? ദൈവത്തിന്റെ മകത്ത് വ്യാജ ഇത് തമ്മി മിണ്ടുകയല്ല, കാണുകയല്ല, കൂടുകയല്ല. എന്ന് വെച്ചാൽ തിരുമേശയുടെ സമയത്ത് ഒപ്പോ നിനക്കെന്നാ വാദപ്പനിയുണ്ടോ? കുളിര് വരുന്നോ? ഒത്തിരി വൈബ്രേഷൻ ഒന്നും പറഞ്ഞില്ലെങ്കിലും നമുക്ക് തിരുമേശയുടെ സമയത്താണല്ലോ വൈബ്രേഷൻ സംസാരിക്കുന്നത്. ഹല്ലേലൂയ, നമ്മുടെ കുഴപ്പമില്ല, ശുശ്രൂഷയ്ക്ക് അത് ഭൂഷണമാ, ഇരുന്നോട്ടെ. പക്ഷേ
അകത്തിന്ന് വ്യാജഭാവമൊക്കെ കളയണം. സ്തോത്രം. വഞ്ചനയില്ല, വാഗ്വാദമില്ല, വൈരമജേജമില്ല. വഞ്ചനയില്ല, വാഗ്വാദമില്ല, വൈരമജേജമില്ല. വഞ്ചനയില്ല, വാഗ്വാദമില്ല, വൈരമജേജമില്ല. ഏഷണിക്കാരും ദൂഷകന്മാരും നന്ദി കണ്ടോരുമില്ല. ഏഷണിക്കാരും ദൂഷകന്മാരും നന്ദി കണ്ടോരുമില്ല. നാസിസം, ഫാസിസം, എത്തിസം, പാന്തിസം, കമ്മ്യൂണിസവുമില്ല. അവിടെ നാസിസം, ഫാസിസം, എത്തിസം, പാന്തിസം, കമ്മ്യൂണിസവുമില്ല. ലീഗലിസമോ മോഡേണിസമോ കോൺഗ്രസോ ഇല്ലവിടെ. ലീഗലിസമോ മോഡേണിസമോ കോൺഗ്രസോ ഇല്ലവിടെ. യേശുവിൻ രാജ്യം ാരില്ല, നിഗളികളില്ല, ഭോഗപ്രിയരുമില്ല. ധാർഷ്ട്യക്കാരില്ല, നിഗളികളില്ല, ഭോഗപ്രിയരുമില്ല. പാടാൻ സമയമില്ല. അപ്പൊ ശ്രദ്ധിക്കുക, വ്യാജഭാവമെല്ലാം ഞാനും നിങ്ങളും മാറ്റണം. ഞാൻ മിക്കപ്പോഴും പറഞ്ഞൊരു കാര്യം ഒന്നുകൂടെ ആവർത്തിക്കാം. ചിലർക്ക് യോജിക്കുകയല്ല. ഏത് സെന്ററായി എവിടാന്ന് എന്നോട് ചോദിക്കരുത്, ഞാൻ പറയത്തില്ല. മറന്നു പോയിട്ടല്ല, പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് ഓർത്താണ്. പക്ഷേ നടന്ന കാര്യം പറയാം. മിക്കടത്തും ഞാൻ പറഞ്ഞിട്ടുള്ളതാ വ്യാജഭാവത്തെ പറ്റി. ഒരു സെന്ററിന്റെ ഒരു യോഗം, പ്രത്യേക യോഗം നടക്കുക. ഞാൻ അല്പം നേരത്തെ ചെന്നു. ചെല്ലാൻ കാര്യം തന്നെ ഒരാൾ നേരത്തെ അങ്ങോട്ട് വിട്ടു. അപ്പോൾ സെൻട്രൽ പാസ്റ്ററും വേറെ രണ്ടുപേരോട് സംസാരിക്കുന്ന മറ്റൊന്നുമല്ല. ഞാൻ ചെന്നപ്പോൾ അവിടെ ഒരു ഗുഡ് ന്യൂസ് കിടന്നത് വായിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇവരടുത്തിരുന്ന് പറയുന്നുണ്ട്, കേൾക്കാം. അത് കേൾക്കാൻ പോയിരുന്നതുമല്ല, ഉറക്കെ പറയുന്നുണ്ട്, കേൾക്കാം. അപ്പോൾ സെൻട്രൽ പാസ്റ്ററും മറ്റൊരാൾ, ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയാ പറയുന്നേ. വ്യാജഭാവം. രണ്ടുപേരും ആ സെന്ററിൽപ്പെട്ട ഒരു ശുശ്രൂഷകനെ എന്റെ ഭാഷ പറഞ്ഞ് എടുത്ത് കൊഴിമറിക്കുക. മറ്റൊന്നുമല്ല, അവന്റെ കുടുംബ പശ്ചാത്തലം, അവന്റെ മുൻകാല ചരിത്രം, അപ്പന്റെ ചരിത്രം, വല്യപ്പന്റെ ചരിത്രം, അവരിന്ന വിഭാഗത്തിൽപ്പെട്ടതാ. ഇതൊക്കെ പറഞ്ഞായി. പിന്നെ ഞാൻ പൂരിപ്പിക്കണ്ടല്ലോ. പൂരിപ്പിക്കണോ? പൂരാക്കാരോ? നിങ്ങൾ പൂരിപ്പിക്കേ. പിന്നെ ഹിന്ദിയല്ലേ? പിന്നെ ഇരിക്കട്ടെ, കുണ്ടറ കൺവെൻഷനിൽ ഹിന്ദി ഇരിക്കട്ടെ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, ആ മനുഷ്യനെ പറ്റി ഇവര് തേജോവധം ചെയ്യുക. ഇത് പറഞ്ഞോണ്ടിരിക്കുമ്പോൾ ആ മനുഷ്യൻ ബൈബിളുമായിട്ട് കയറി വരുന്നു. ഉടനെ വ്യാജഭാവം. പ്രൈസ്തല്ലോ, സൗഖ്യമാണെന്നല്ലോ, ഇരുന്നാട്ടെ. അങ്ങനെയുണ്ട്. ഇത് രണ്ടും കാണുകയും കേൾക്കുകയും ചെയ്ത ആളാ ഞാന്. നിങ്ങളിപ്പോ പറയും, ഭാഷ ഞങ്ങളും ഇതൊക്കെ കാണുകയും. അങ്ങനെയെങ്കിൽ ഞാനും നീയും വ്യാജഭാവം മാറ്റണം. എന്നെ നിങ്ങളെ നല്ലതുപോലെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ഒന്നും അവിടത്തേക്ക് മറഞ്ഞിരിക്കുന്നില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. അവിടുത്തെയുമായിട്ടാണ് നമുക്ക് കാര്യമുള്ളത്. സകല കാര്യങ്ങളും അറിയുന്നൊരു ദൈവമുണ്ട്. ഉൾപ്പൂവുകളെ നിലവുകളെ ആരായുന്ന ദൈവം. നീ ഇരിക്കുന്നത് വെടിനേൽക്കുന്നതെല്ലാം കർത്താവ് അറിയുന്നുണ്ടെന്ന്. അവിടുത്തേക്കൊന്നും മറവല്ല. TPM ഒരു പാട്ടുണ്ട്, കൊച്ചുമാൻ അറിയായിരിക്കും. ഇരിക്കുന്നതും ഞാൻ എഴുന്നേൽക്കുന്നതും കർത്താവ് കാണുന്നു. ഇരിക്കുന്നതും ഞാൻ എഴുന്നേൽക്കുന്നതും കർത്താവ് കാണുന്നു. ഗ്രഹിക്കുന്നു കർത്തനൻ ഹൃദയ നിരൂപണ. ദൂരത്തു നിന്നും തന്നെ ഈ അത്ഭുതം, ദൂരത്തു നിന്നും തന്നെ അത്ഭുതമായി പരിജ്ഞാനം. ഈ പരിജ്ഞാനം ആശ്ചര്യദായകമേ. അറിയുന്നു ശോധന ചെയ്ത നാഥൻ, അറിയുന്നു ശോധന ചെയ്ത
ഇതെന്റെ നാഥൻ ഈ പരിജ്ഞാനം. കരമുയർത്ത് ദൈവത്തെ സ്തുതിച്ചാട്ടെ. പൊന്നച്ചായ അനിയന്റെ പേര് ഞാൻ അങ്ങ് മറന്നു പോവാ. വളരെ നന്നായിരിക്കുന്ന മൈക്ക്. ഈ അടുത്ത സമയത്തൊന്നും ഇതുപോലെ സുഖകരമായിട്ട് എനിക്ക് പറയാൻ ഒത്തിട്ടില്ല. ആരേലും ആയിക്കോട്ടെ, നന്നായിരിക്കുന്നു. രക്ഷിക്കപ്പെട്ടതാണോ? പെട്ടോണ്ടിരിക്കുകയാണോ? എന്തോ ഷാഹുദ്ദീൻ മാനസാന്തരപ്പെട്ട് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ഇതെല്ലാം പിടിച്ച് തിരിച്ചയച്ച് നരകത്തിൽ പോകരുത്. അധികം തിരിക്കാനൊത്തില്ലെങ്കിലും നിത്യതയെ കാണണം. യേശു ക്രിസ്തു മാത്രമാ ദൈവം. രക്ഷിക്കപ്പെട്ടോണം. അപ്പൊ ശ്രദ്ധിക്കുക. വളരെ നന്നായിരിക്കുന്ന സെറ്റ്. ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, വ്യാജഭാവമെല്ലാം നീക്കണം. നമ്മളെ അറിയുന്നൊരു ദൈവമുണ്ട്. അവിടത്തേക്കൊന്നും മറവല്ല. ദൈവത്തിന് മഹത്വം. അപ്പൊ ഈ ദുഷ്ടത, ചതിവ്, വ്യാജഭാവം, അസൂയ എല്ലാം നോണ. ഇത് നീക്കിയെങ്കിലേ വളരുവോളെന്ന്. എന്നാ പലരും വളരാത്തത്? മുഴുവൻ അസൂയ. കൂടെ ആരാധിക്കുന്നവനൊരു നല്ല വീട് വെക്കട്ടെ, ഉടനെ അസൂയല്ലേ? എങ്ങനെ ഒപ്പിച്ചു? മുറി കുറവാന്ന് തോന്നുന്നു. പെയിന്റ് കൊള്ളുകയല്ല. ഇതൊന്നും നല്ല മനസ്സോടെ പറ. അകത്ത് അസൂയ ഇരിക്കുന്നോണ്ടാ ഇത് പറയാന്നെ. അകത്ത് അസൂയ ഇല്ലെങ്കിൽ പറയാം, അയ്യോ എൻ്റെ ദൈവമേ, നിങ്ങൾ വാടകയ്ക്ക് താമസിച്ച് വീടില്ലാതെ ഒത്തിരി പാടുപെട്ട് ഒത്തിരി ബുദ്ധിമുട്ടിയാതെ ദൈവം ഒരു വീട് കൊടുത്തല്ലോ, ദൈവത്തിന് മഹത്വം. ഇതല്ലേ പറയണ്ടേ? കൂടെ ആരാധിക്കുന്ന സഹോദരൻ 2 വീലറോ 4 വീലറോ വാങ്ങി സന്തോഷിക്കണ്ടേ? സ്തോത്രം. ഉടനെ അതിന് അഭിപ്രായം പറയാ, നമ്പർ കൊള്ളുകയല്ല. ഞാൻ കുലുക്കുത്തിന് പോകുന്നുണ്ടോ? നമ്പർ കൊള്ളുകയല്ലെന്ന്. എന്നാ അവിടെ നിന്ന് കൂട്ടുക 4 3 7 8 2 9. എടാ നിനക്ക് ഷാഷാന്ന്. ഇതൊക്കെ അസൂയ എന്ന് പറയുന്നതാ. കളറ് പോരാ. AC വർക്ക് ചെയ്യുന്നില്ലെന്നാ. നല്ല മേര് സൈക്കിൾ പോലും ഇല്ലാതെ അതുങ്ങൾ നടന്ന് യോഗത്തിന് പണ്ട് വന്നതാ. ദൈവം ഒരു വണ്ടി കൊടുത്തല്ലോ, സ്തോത്രം. എൻ്റെ ദൈവമേ അനുഗ്രഹിക്കണേ. ഇതാ നല്ല മനസ്സ് വേണം. ഒരാളെ ആത്മാവിലൊന്ന് ശുശ്രൂഷിക്കട്ടെ, ഉടനെ നമ്മുടെ ആൾക്കാർ പറയും സേവയുണ്ടെന്നാ തോന്നുന്നത്. ഇവൻ സ്തോത്രം പറയത്തുമില്ല, കൈ വടിക്കത്തില്ല, ദൈവത്തെ മഹത്വപ്പെടുത്തില്ല. ഇങ്ങനെ വാറുതാനിരിക്കുമ്പോൾ ഇരിക്കുക. എന്നുവെച്ച് യോഗം കഴിഞ്ഞ് പറയുന്നോ സേവയുണ്ടെന്നാ. എങ്ങനെ രക്ഷപ്പെടും? ഞാൻ പൗലോസ് പറഞ്ഞ പദം കടമെടുക്കുക. സ്പർദ്ധയോടുമൊക്കെ ആണെങ്കിലും ക്രിസ്തുവിനെ അല്ലയോ? അങ്ങ് സന്തോഷിക്കേ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നമ്മുടെ ഹൃദയത്തിനകത്ത് ഇതെല്ലാം അസൂയയും വ്യാജഭാവവും എല്ലാം നീക്കണം. ഇത് നീക്കിയെങ്കിലേ വളരുവുള്ളൂ. വളരണമെങ്കിൽ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കണം. ഇപ്പൊ എല്ലാവരും മായം ചേർത്താ കൊടുക്കുന്നത്. മായവാ, മിക്കടത്തും മായവാ. പ്രസിഡന്റിനെ പ്രസാദിപ്പിക്കണം, സെക്രട്ടറിയെ പ്രസാദിപ്പിക്കണം, കമ്മിറ്റിക്കാരെ പ്രസാദിപ്പിക്കണം, കൗൺസിലിനെ പ്രസാദിപ്പിക്കണം, ലോക്കലിനെ പ്രസാദിപ്പിക്കണം. ഇതെല്ലാം പ്രസാദിപ്പിക്കേണ്ടി വരുമ്പോൾ ഇതിനകത്ത് മായം ചേർക്കണം. മായം ചേർത്തേ നോക്കൂ. പക്ഷേ പിടികൂടുന്ന ഒരു ദിവസമുണ്ട്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. പിടികൂടുന്ന ഒരു ദിവസമുണ്ട്. എന്നെ കേൾക്കുന്ന ബഹുമാന്യരായ പ്രിയപ്പെട്ടവരോട് പറയാ, ഇതിനകത്ത് ഒരു മായവും ചേർക്കരുത്. ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതിരിക്കോ, കൈ തരുകയോ കൈ തരാതിരിക്കോ, സ്തോത്രം പറയോ സ്തോത്രം പറയാതിരിക്കോ, അതൊക്കെ അവനവന്റെ നടത്തിപ്പ് പോലെ ചെയ്തോ. പക്ഷെ ഇതിനകത്തൊരു മായവും ചേർക്കാൻ പാടില്ല. ഇത് നിർമ്മല വചനമാ. ഇത് ശുദ്ധി ചെയ്ത വചനമാ. ഇത് തേനിലും തേൻകട്ടയിലും മധുരമുള്ള വചനമാ. ഇത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്ന വചനമാ. ഇത് അതിവേഗത്തിൽ ഓടുന്ന വചനമാ. എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി നീ ഇവിടെ ഇരുന്ന് വചനം കേൾക്കുമ്പോൾ ഈ വചനം നിന്റെ വീട്ടിൽ ചെന്ന് ക്രിയ ചെയ്യും. രോഗികളായി ഭാരപ്പെടുന്നവരുടെ ശരീരത്തിൽ വചനത്തിന്റെ ശക്തി വെളിപ്പെടും.
Praise the Lord. തലമുറകൾ വിദൂരതയോ വിദേശത്താണെങ്കിൽ അവിടെയും നീ വചനം ക്രിയ ചെയ്യും. നീ ആയിരിക്കുന്ന മണ്ഡലങ്ങളിൽ മേഖലകളിൽ ഈ വചനം അതിവേഗത്തിലോടും. എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനം വെറുതെ എന്റെ അടുക്ക വരത്തില്ല. അയച്ച കാര്യം സാധിപ്പിക്കും, ഇഷ്ടമതെല്ലാം നിവർത്തിക്കും. ദൈവത്തിന്റെ വചനം ഇരു വായ്ത്തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ഛിക്കരുതും. ആത്മാവിനേക്ക് പ്രാണനേക്ക് സന്ധിമറ്റകള് വേറെ വിടുവിക്കും വരെ തുളച്ചിയൽ എന്ന വചനം. ഇന്ന് രാത്രി നിന്റെ മൺകൂടാരത്തിന് വചനം വെളിപ്പെടട്ടെ. ശക്തിയേറിയ തിരുവചനം. ശിരസ് മുതൽ പ്രാരം വരെ ദൈവശക്തി വെളിപ്പെടട്ടെ. നിന്റെ അസ്ഥിക്കകത്ത്, രക്തത്തിനകത്ത്, മജ്ജക്കകത്ത് കുടിയിരിക്കുന്ന രോഗവും രോഗാണുക്കളും രോഗബീജങ്ങൾ ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയാൽ ഉരുകി മാറി. അനുഭവിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കുക. രോഗിയായിട്ടായിരിക്കും വന്നത്, പക്ഷേ തിരിച്ചു പോകുമ്പോൾ സൗഖ്യത്തോടെ, രോഗശാന്തിയോടെ. ഓ ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഓ ജീസസ്, വിടുതൽ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഞാനൊന്ന് നിന്ന് നോക്കട്ടെ, വേദനിക്കാനെ തന്നാ മതി, എനിക്ക് ഇരുന്നിട്ടൊരു സുഖം വരുന്നില്ല. അപ്പൊ ഇന്ന് രാത്രി ഈ വചനം അതിവേഗത്തിൽ ഓടുന്ന വചനമാണ്. നിന്നെ സൗഖ്യമാക്കുന്ന വചനം, ബലപ്പെടുത്തുന്ന വചനം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. വചനത്തിനകത്ത് മായമൊന്നും ചേർക്കരുത്. എനിക്കല്ല തോമാച്ചൻ പാസ്റ്റോട് മൺമറിഞ്ഞ തോമാച്ചൻ പാസ്റ്റോട്ട് മായ ഒന്നും പുള്ളി ചേർക്കുകയല്ല, ഒന്നുമില്ല. പുള്ളി നല്ല തീർത്ത് കാര്യം പറയുമായിരുന്നു. എന്റെ ആഗ്രഹം അദ്ദേഹം ഇതങ്ങ് മാറ്റിക്കല്ലേ, ഞാനെങ്ങാനും പിന്നെയും വീണെങ്കിലോ. അപ്പൊ ശ്രദ്ധിച്ചേ, ഇതിനകത്ത് മായം ചേർക്കരുതെന്ന്. സഭക്കാരെന്ത് പറയുമെന്നുള്ളത് നമ്മുടെ വിഷയമല്ല, കർത്താവ് എന്തോ പറയും. കമ്മിറ്റി എന്തോ പറയുമെന്നുള്ളതല്ല വിഷയം, കർത്താവ് നിന്നോട് എന്താ പറഞ്ഞേ. കാശുള്ള അച്ചായൻ എന്തോ ഉദ്ദേശിക്കുവാൻ നല്ല വിഷയം. അവൻ സ്വോത്രം, ദൈവം എന്തോ ഉദ്ദേശിക്കുന്നത്. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാ. നീ ദൈവത്തിന് വേണ്ടി നിവരെ നിന്നാൽ നിന്നെ ദൈവം പട്ടിണി ഒന്നും കിടത്തുകയല്ല. നിന്റെ ആവശ്യങ്ങൾ നടത്തി തരാൻ ദൈവം വിശ്വസ്തനാ. ഏലിയാവിനോട് ദൈവം പറഞ്ഞു, നീ കരിയത്തിന്റെ അവിടെ പോയിരുന്നാ മതി. അതൊക്കെ ഞാൻ കൽപ്പിച്ചിട്ടുണ്ട് കാക്കയോട്. കാക്ക എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞുങ്ങൾക്ക് ഒരു സാധനം കൊടുക്കുന്ന ഇനമല്ല കാക്ക, അല്ലേ? എത്ര കൊലകൊമ്പന്റെ കയ്യിരിക്കുന്ന സാധനം കണ്ണു തെറ്റിയ കാക്ക അടിക്ക, അന്നേരം നിന്റെ തലക്കിട്ട് ഒരു പോട് പോടും. സ്തോത്രം. ആ കാക്കയുടെ കയ്യിലാ ദൈവം കൊടുത്തേക്കുന്നേ. ദൈവം തുറന്നാൽ ആരും അടക്കത്തില്ലെന്ന്, ദൈവം അടച്ചാൽ ആരും തുറക്കത്തില്ല. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ദാവീദിന്റെ താക്കോലുള്ള യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവം വഴി തുറന്നു തരുമെന്ന് ഇന്ന് രാത്രി അനുഭവിക്കുന്ന ദൈവമക്കൾ ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരു ചെറിയ കൂട്ടായ്മ തിരുവല്ലയിലുണ്ട്, നിങ്ങൾ ചിലരെ കണ്ട് ഉല്ലാസപാസ്വദിക്കാൻ വന്നതാ. ദൈവത്തിന് മഹത്വം. അവിടെ എപ്പോഴും കൂടെ കൂടെ ഞാൻ പറയും, ഇവിടുത്തെ രീതികളും ഉപദേശവും ഇതാ, ഇഷ്ടമുണ്ട് ഇരുന്നാ മതി. നിന്നെ പ്രതി ഉപദേശം മാറ്റിയല്ല, നിന്നെ പ്രതി ഇതിന് മാറ്റമൊന്നും വരുത്തുകയല്ല. നീ മാറുകയെ രക്ഷയുള്ളൂ. ഇപ്പൊ ചില പറഞ്ഞ പിള്ളേര് അനുവദിക്കുന്നില്ല, അപ്പൊ പിള്ളേരെ പ്രതി മാറ്റി തന്ന ഉപദേശം. ജോർജാൻ ഇത് ഇഷ്ടമല്ല, എന്നാ ഓർജാൻ ഇത് മാറ്റമൊന്നും വരുത്തുന്നതല്ല വചനം. ജോർജാൻ മാറിക്കോണം, പിള്ളേര് വ്യത്യാസപ്പെട്ടോണം. ഇത് സ്വർഗത്തിൽ നിന്നൊക്കെ സ്ഥിരമുള്ള വചനമാണ്. ഇത് അമേരിക്ക ചെല്ലുമ്പോൾ വേറൊരു വചനം, പേർഷ്യ വരുമ്പോൾ വേറെ, കാനഡ ചെല്ലുമ്പോൾ ഒന്നും, കുണ്ടറ വരുമ്പോൾ വേറൊന്നല്ല. കുണ്ടറയിലും കാനഡയിലും ഒരുപോലുള്ളതാ. പ്രൈസ് ദി ലോർഡ്. അതിനുവേണ്ടി നീ നിന്നാൽ ഇത് നിന്നെ നിർത്തും. ഇതിനെ നീ ഉയർത്തിയാൽ ഇത് നിന്നെ ഉയർത്തും. നീ ഇതിനെ ആദരിച്ചാൽ ഇത് നിന്നെ ആദരിക്കും. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കുമെന്നാ അനുഭവിക്കുന്ന ദൈവമക്കൾ ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ.
അവിടെ മുമ്പോട്ട് ഓടിച്ചു പോകാം. അപ്പൊ കൊലോസ്യ ലേഖനത്തിലെ ആ പ്രധാനപ്പെട്ട വിഷയത്തിൽ ഒന്ന്, ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കണം. ആ രക്ഷിക്കപ്പെട്ട അനുഭവത്തിൽ മാത്രം ഇരുന്നാൽ പോലും ഓരോ ദിവസവും അവൻ വളർച്ച പ്രാപിച്ച് അവൻ ക്രിസ്തുവിൽ തികഞ്ഞവരായി തീരണം. അതിന് ഗുണീകരണവും ശാസനയൊക്കെ ആവശ്യമാ. തർജ്ജനം, ഗുണീകരണം, ശാസന, ഇതൊക്കെ ആവശ്യമാ. ദൈവത്തിന്റെ മകത്ത് ഓടിച്ചു മുമ്പോട്ട് പോകാം. ദൈവത്തിന്റെ മകത്ത് തന്നെയല്ല, ഈ കൊലോസ്യ ലേഖനത്തിൽ 2-3 കാര്യം പൗലോസ് എടുത്തു പറയുന്നുണ്ട്. സ്തോത്രം. മോളെ, 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യവും 2-ാം അധ്യായത്തിന്റെ 8-ാം വാക്യവും 2-ാം അധ്യായത്തിന്റെ 16-ാം വാക്യവും 2-ാം അധ്യായത്തിന്റെ 18-ാം വാക്യവും ഒന്ന് വായിച്ചേ. 3-4 കാര്യം എടുത്തു പറയുക. 2-4 വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങളെ നിങ്ങളെ ചതിക്കരുത് കേട്ടോ. അറിവരും പറഞ്ഞ ആരും നിങ്ങളെ അത് തരാം, ഇത് തരാം, പാല് തരാം, ചോറ് തരാം, മാകുരിയ, അരികുരിയ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേരുണ്ട്. ചതിക്കരുത്. നിന്നെ വശീകരിക്കുമെന്ന്. വശീകരണ വാക്കുകളാൽ ആരും ചതിക്കരുത്. അവൻ 3-ൽ ചതിവ് നടന്നല്ലോ. ഉൽപ്പത്തി 3-ൽ ആ ചതിച്ചവൻ ഇപ്പോഴും ഉണ്ട്. ചിലരെ കരത്തിലെടുത്ത് നിന്നെ ചതിക്കാൻ നോക്കും. അവന്റെ ചതിയിൽ നീ അകപ്പെട്ടു പോകരുത്. വശീകരണ വാക്കാ. വാക്കുകളുടെ അടുത്ത് അമ്മാനമാണ്. വാക്കുകളുടെ അടുത്ത് അമ്മാനമായിട്ട് വശീകരിക്കും. വാഗ്ദോരണ കേട്ടൊന്നും നീ അളകരുത്. പ്രാസോപ്പിച്ചൊക്കെ പറയും. അത് കേട്ട് കായി തുടങ്ങി കാ തന്നെ നായി തുടങ്ങി. പിന്നെ അത് കഴിവാ, ഞാൻ എതിർക്കുന്നില്ല. ഇതൊന്നും കേട്ട് നീ ഇളകരുത്. നമ്മൾ പറയും എന്തോ പ്രസംഗമോ. ഒക്കെ വേദപുസ്തകവും കൂടെ വെച്ച് വേണം. വശീകരണ വാക്കുകള്. അടുത്ത 2-ന്റെ 4 വായിച്ചേ. 8 വായിച്ചേ. തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയരുത്. തത്വജ്ഞാനോ വെറും വഞ്ചന. വഞ്ചിക്കുക, നിന്നെ വഞ്ചിക്കുകയാണ്. അന്ത്യകാലം വരുമ്പോൾ ഇത് ആരായ സൂത്രമാക്കി നിങ്ങളെ വാണിഭത്തിന് ഏൽപ്പിക്കുമെന്നാ. ഇങ്ങോട്ടിരുന്നു, ഇങ്ങോട്ട് പോ. ഓ, എനിക്കൊന്ന് കാണാമല്ലോ. ഇവിടെ ബെർശേബയിലെ പാസ്റ്റർ അല്ലയോ? അപ്പൊ ശ്രദ്ധിക്കുക. തത്വജ്ഞാനവും വായിക്കുമോളെ. തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയരുത്. സൂക്ഷിച്ചോണം. അത് മനുഷ്യരുടെ സമ്പ്രദായത്തിനൊത്ത. അതെ, എല്ലാം വിവരിക്കുന്നില്ല. ഇനി 16-ാം വാക്യം വായിച്ചേ. അതുകൊണ്ട് ഭക്ഷണപാനീയങ്ങൾ സംബന്ധിച്ചോ, പെരുന്നാൾ, വാവ്, ശബത്ത് എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത്. അവിടെ തിന്നുകയും കുടിക്കുകയും ചെയ്യരുതെന്ന്. ക്രിസ്മസ് കേക്കും തിന്നു, ക്രിസ്മസ് ആഘോഷിച്ച് നക്ഷത്രം തൂക്കി. ഇപ്പൊ പെന്തിക്കോസുകാരൻ പോവാ. ഉണ്ണി പറന്നു. കാല് വൈകിയെനിക്ക്. എവിടെ ഉണ്ണി പറന്നു? എടാ, ഇങ്ങനെയുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വേർപെട്ടവർക്ക് പാടില്ല. നമുക്ക് എല്ലാ ദിവസവും നല്ലതാന്ന്. വായിക്കുമോളെ ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 8 മുതലുള്ള വാക്യം വായിച്ച 6 വാക്യം വായിര്. മോടെ പേരെന്തുവാ? ഷെറിൻ. മരുമകളാ? വായിക്കൂ ഷെറിനെ. കൊള്ളാം. എന്നാൽ മരുമകളാന്ന് ഇങ്ങനെ വേണം. വായിച്ചോ. വായിര്. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളെല്ലാത്തർക്ക് അടിമപ്പെട്ടു. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞു പിടിക്കാൻ നിങ്ങൾ ദരിദ്രവും ബലഹീനമായ ആദിവാനങ്ങൾക്ക് തിരിഞ്ഞ് പുതുതായിട്ടതിന് അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നത് എന്ത്? നിങ്ങൾ ദിവസങ്ങളും വായിക്കേ. ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു. അത് അനുകൂലിച്ചല്ല പറഞ്ഞേക്കുന്നത്. ഇത് അനുകൂലിച്ച് പറഞ്ഞ വാക്യമല്ല. സ്തോത്രം. അങ്ങനെയാണോ? അല്ല. നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു. അത് നല്ലതാ. അങ്ങനല്ല. താഴത്തെ വാക്യത്തിൽ പറയുക, അയ്യോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെ ആയോന്ന് ഞാൻ ഭയപ്പെടുന്നു. ഈ പങ്കപ്പാടെല്ലാം സഹിച്ച് ഇങ്ങനെ ആയതിപ്പം വൃഥാവായെന്ന് തോന്നുകയാണ്.
ബന്ധുക്കോസുകാരെല്ലാം ഉണ്ട്. ഞാൻ എല്ലായിടത്തും പറയുന്ന കാര്യം കൺവെൻഷൻ അല്ലയോ, നമ്മുടെ ആൾക്കാരില്ലയോ, പറയണ്ടായോ? പിന്നെ ഇവിടെ പറയാതെ പിന്നെ ആര് വന്ന് പറയാനാ? ശബരിമല മേൽശാന്തി വന്ന് പറയുവോ? മക്കേന്ന് പുള്ളി വന്ന് പറയുവോ? പറഞ്ഞു തരണ്ടേ? അല്ല, അറിയാമെങ്കിലും ചിലര് പറയുന്നുമില്ലല്ലോ. അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല. അയ്യോ കൊള്ളാം, അരച്ച് കലക്ക് കുടിച്ച് പഠിച്ച് തിട്ടമെടുത്ത് ഡോക്ടറേറ്റ് എടുത്തേച്ചിരിക്കുക. പറയല്ല, ഇത് പറയണം. നീ ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതിരിക്കോ, ഇതൊന്നും വിഷയമല്ല ഇവിടെ. നീ ഇതിന് ഏലായിടുന്നു, അത് ഇവിടുത്തെ വിഷയമൊന്നുമല്ല. ഇതിനകത്ത് മായ ഒന്നും ചേർക്കാൻ ഒക്കത്തില്ല. ഇത് പെന്തിക്കോസാണ്. ദൈവത്തിന് മഹത്വം. നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും നിങ്ങളിപ്പോ പ്രമാണിക്കാൻ തുടങ്ങി. നേരത്തെ ഇല്ലായിരുന്നു. അതിനെ നേരത്തെ ഇല്ലാഞ്ഞ് നമ്മളോട് ബന്ധപ്പെട്ട് നേരത്തെ ഗതികേടായിരുന്നു. കഞ്ഞി കുടിക്കാൻ ബാക്കിയില്ല, അന്നേരം അവിടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. പഴങ്കഞ്ഞിക്ക് മാർഗമില്ല. പിന്നെ ഇങ്ങനെ ബർത്ത്ഡേക്ക് കേക്ക് ഉണ്ടാക്കുന്നേ. പണ്ട് കേക്ക് തിന്നണമെങ്കിൽ വല്ല കല്യാണ വീട്ടിൽ തലേന്ന് എന്നാ ഇമ്മിണി സത്യം പറച്ചാ ഇല്ലേ? കല്യാണ വീട്ടിൽ പണ്ടൊക്കെ ചെല്ലുമ്പോ അവല് വിളയിച്ചതോ അതിന്റെ കൂടെ ഒരു ചെറിയ ഒരു പഴവും. ഇതായിരുന്നു പണ്ട്. ഇപ്പൊ പരുവക്കാടെല്ലാം മാറി. പിള്ളേര് കാനഡയിലും അമേരിക്കയിലും അവിടെ ഇവിടെ പൊക്കോട്ടെ, നല്ല കാര്യം. ഇപ്പൊ കാശ് ഇഷ്ടം പോലെ ആയി, തോട്ടമായി ഇഷ്ടം പോലെ. ഇപ്പം പിന്നെ എല്ലാം ആഘോഷമല്ലേ? ഇപ്പൊ ആഘോഷമല്ലേ? ഒരു പണിയില്ല, കാശ് കൊണ്ട് കയ്യിൽ എന്തേലും ഒക്കെ ഒന്ന് ഒപ്പിക്കണ്ടേ? ഉടനെ കൊണ്ട് പൊന്നാട അണിയിക്കുന്നു, പൂക്കൾ കൊടുക്കുന്നു, ബൊക്ക കൊടുക്കുന്നതിന്റെ കുന്തം. സപ്തതി, ഷഷ്ടി, വെഡിങ് ആനിവേഴ്സറി, ബർത്ത്ഡേ, അതിനെല്ലാം ഏലായിടാൻ ആൾക്കാരും. വേർപാടിന്റെ ഉപദേശമാ. കണ്ടപ്പുറത്ത് കോലുന്നിടത്തല്ല നീ പോകരുത്, നീ ദൈവപൈതല. ദൈവത്തിന് സ്വോത്രം. നമുക്ക് വ്യത്യസ്തതയുണ്ടെന്ന് വായിച്ച എത്തേറെ 3:8 വായിര അറിവുള്ള വാക്യമല്ലേ യോഗാമാൻ പറഞ്ഞ പദം മറന്നിട്ടില്ലല്ലോ. വായിച്ച എസ്തേർ 3:8 പെട്ടെന്ന് വായിര്. പിന്നെ ഹാമാൻ അഹശ്വേരോശ് രാജാവിനോട്, ഗുണമരാത്തവനാന്നല്ലോ, അവന് ബോധമുണ്ടെന്നുള്ളതാ. നിന്റെ രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളും അഹശ്വേരോശ് രാജാവിനോട് പറയാ, അല്ലയോ മഹാരാജൻ, നിന്റെ രാജ്യത്തുള്ള സകല സംസ്ഥാനങ്ങളിലുമുള്ള ജാതികളുടെ ഇടയിൽ ഒരു ജാതി വേറൊരു ജാതി ചിന്നിച്ചതറി കിടക്കുന്നു. എല്ലാ ജാതികളുടെ ഇടയിൽ ഒരു ജാതി. അതേത് ജാതിയാ? നമ്മൾ പാടുകല്ലേ, ഇതുപോലൊരു അത് തന്നെ ഈ ജാതി. വായിര് ചിന്നിച്ചിതറി കിടക്കുന്നു. അവരുടെ ന്യായപ്രമാണങ്ങൾ മറ്റുള്ള സകല ജാതികളോടും വ്യത്യാസപ്പെട്ടിരിക്കുന്നതാ. അവർ രാജാവിന്റെ പ്രമാണങ്ങളെ അനുസരിക്കുന്നു. മതി, ഇത് വ്യത്യാസമുണ്ടെന്ന്. ഇത് പ്രമാണമാ. ദൈവത്തിന് മഹത്വം. നിങ്ങൾ ദിവസങ്ങൾ, മാസങ്ങൾ, കാലങ്ങൾ, ആണ്ടുകൾ പ്രമാണിക്കുന്ന അനുകൂലിച്ചല്ല. അത് തെറ്റാന്നുള്ള ആശയം അവിടെ കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അടുത്ത വാക്യം പറയാ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെ ആയോ എന്ന് ഭയപ്പെടുക. പണ്ട് കാലത്ത് ഇങ്ങനെയുള്ള ആചാരവും അനുഷ്ഠാനവും ഒന്നുമില്ലല്ലോ. കാരണം കഞ്ഞി കുടിക്കാൻ ഗതിയില്ല, നല്ലൊരു ഷർട്ടില്ല, നല്ലൊരു ദാരിയില്ല, കയറി കിടക്കാൻ നല്ലൊരു വീടും ഇല്ല, ഒരു സൈക്കിൾ പോലും ഇല്ലെന്ന്. സൈക്കിൾ പോലും ഇല്ല. നാളെ നൂപ്പാട് വരികയല്ലയോ. VT അപ്പച്ചനൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. CK ദാനിയേൽ അവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നടന്ന് ഊപ്പാട് വന്ന് പൈപ്പിലെ വെള്ളവും കുടിച്ചാ കുമ്പനാട്ടോട്ട് പോകുന്നേ. സ്തോത്രം. അന്നേരം എവിടെ CK ദാനിയേൽ ബർത്ത്ഡേ ആഘോഷിച്ചേ? VT ജോസഫ് ബർത്ത്ഡേ? ഉദാഹരണം അങ്ങ് പറയുക. ഇപ്പൊ പിന്നെ ചുറ്റുപാടും സാഹചര്യം ഒക്കെ മാറി. ഇഷ്ടം പോലെ കാജും പുത്തനും ഒക്കെ കൺവെൻഷൻ കൊടുത്തില്ലെങ്കിലും കാര്യം നടക്കുന്നുണ്ടല്ലോ. എന്നിട്ട് കൺവെൻഷൻ കിടന്നങ്ങ് അലക്കുക, തായോ തായോ തായോ. ദൈവത്തിന് മഹത്വം. വിഷയം വിട്ടേക്കാം. എന്തിനാ വെറുതെ അലോഗ്യം ഉണ്ടാക്കുന്നത്? നമ്മുടെ വിഷയത്തിലേക്ക്. കൊലോസ്യ ലേഖനത്തിലെ പ്രധാനപ്പെട്ട വിഷയം ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി തീർക്കണം. ഇതിലെ പ്രധാനപ്പെട്ട വിഷയത്തിൽ ഒന്നാണ് യേശു ക്രിസ്തു സകലത്തിലും മുമ്പനാ. അവിടുന്ന് മാത്രമാ സകലത്തിലും മുമ്പൻ. സ്തോത്രം. അവിടുത്തോട് തുല്യപ്പെടുത്താൻ ഒരുത്തനും ഇല്ലെന്ന്.
അവിടെ എവിടെയൊക്കെ എല്ലാവരും ഒത്തിരി പേരിരിക്കുന്ന കൂടെ യേശുവിനെയും വെച്ചിട്ടുണ്ട്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. പക്ഷേ യേശുവിനോട് തുലനപ്പെടുത്താൻ ആരുമില്ല. ദൈവത്തിന് മഹത്വം. അവിടുന്ന് മാത്രമാണ് ഉന്നതൻ, അവിടുന്ന് മാത്രമാണ് മഹിമയുള്ളവൻ. യേശു ക്രിസ്തുവാ സകലത്തിലും ശ്രേഷ്ഠൻ. ആമേൻ. അവിടുത്തോട് കിടപിടിക്കാൻ ഒരുത്തനുമില്ല. ജികേസ് പാടിയ ഒരു പാട്ടിന്റെ വരി, ഉന്നത ദൈവ നന്ദനുലകിൽ വന്നിതു കന്യാജാതനായി. ഉന്നത ദൈവ നന്ദനുലകിൽ വന്നിതു കന്യാജാതനായി. ഇന്നോളം ഒരാൾ വന്നില്ലിതുപോൽ തന്നവതാരം നിസ്തുലം. ഇന്നോളം ഒരാൾ വന്നില്ലിതുപോൽ തന്നവതാരം നിസ്തുലം. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തന്റെ മഹിമ നിസ്തുലം. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തന്റെ മഹിമ നിസ്തുലം. കല്ലുജനലേശം കാണുന്നില്ല മനുജനിലെന്നുറ ചെയ്തുക. കല്ലുജനലേശം കാണുന്നില്ല മനുജനിലെന്നുറ ചെയ്തുക. മരണമതിൻ വിധി എഴുതിയ ദിവനെ പ്രതിമാത്രം ഭൂവിൽ അത്ഭുതം. മരണമതിൻ വിധി എഴുതിയ ദിവനെ പ്രതിമാസം ഭൂവിൽ അത്ഭുതം. എഴുതിയ ദിവനെ പ്രതിമാത്രം ഭൂവിൽ അത്ഭുതം. പാറ പിളർന്നു പാരിളകന്നു പാമന മൃദുരുചിരാർന്നുക. കിറുകയായി തിരുശീലയും തൻ പ്രതിനേരം സൂര്യനിരുണ്ടുപോ. കിറുകയായി തിരുശീലയും തൻ പ്രതിനേരം സൂര്യനിരുണ്ടുപോ. ജയ ജയ നിസ്തുല ക്രിസ്തുരാജൻ, ജയ ജയ നിർമ്മല നായകൻ. ജയ ജയ നിസ്തുല ക്രിസ്തുരാജൻ, ജയ ജയ നിർമ്മല നായകൻ. ജയ ജയ ഘോഷം തുടരുക ജനമേ, ജയം തരുന്നാഥനും സ്തോത്രമേ. ജയ ജയ ഘോഷം തുടരുക ജനമേ, ജയം തരുന്നാഥനും സ്തോത്രമേ. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തന്റെ മഹിമ നിസ്തുലം. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തന്റെ മഹിമ നിസ്തുലം. അപ്പൊ ശ്രദ്ധിക്കുക, ആ കൊലോസ്യ ലേഖനത്തിലെ പ്രധാന വിഷയമാ യേശു ക്രിസ്തു സകലത്തിനും മുമ്പൻ. 1-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട ഒരു വിഷയം, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് ദൈവം നമ്മെ വിടുവിച്ചു. 1:12 വായിച്ചോ വേഗത്തിൽ. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തന്മാരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച്. ഇരുട്ടെന്ന് ഉദ്ദേശിക്കുന്നത് 2-3 വിഷയമാ. 1, ഇരുട്ട് പാപത്തെ കാണിക്കുന്നു. 2, ഇരുട്ട് ആമേൻ സ്തോത്രം മരണത്തെ കാണിക്കുന്നു. സ്തോത്രം നിത്യമരണം, നരകം. 3, ഇരുട്ട് പിശാചിനെ കാണിക്കുന്നു. അപ്പൊ 1, ഇത് പാപമായി ഇരുട്ട്. 2, ഇത് ആമൻ പിശാച ഇരുട്ടെ. 3, ഇത് നിത്യമരണമാണ്. വാക്യങ്ങൾ എടുപ്പിക്കുന്നില്ല, നിങ്ങൾക്കറിയാം അല്ലേ? വസ്ത്രമില്ലാതെ കല്യാണശാല ഒരുത്തൻ ഡൈവ് ചെയ്ത് വന്നല്ലോ. എല്ലാരും നേരായ വഴി കൂടാ വന്ന, ഇവൻ മതിൽ ചാടി. അങ്ങനെ ആകാനാ സാധ്യത. വിരുന്നുശാലയെല്ലാം ഒരുക്കി രാജാവ് പറഞ്ഞല്ലേ ക്ഷണിച്ചവരെല്ലാം വരാൻ. ഭൃത്യന്മാര് 4 പാടും ചെന്നപ്പോൾ ക്ഷണിച്ചവൻ ഒറ്റ ഒരുത്തൻ. അപ്പൊ യുവന്മാര് വന്ന് പറഞ്ഞു ആരും വരികയെന്ന് പറഞ്ഞു. അയ്യോ കല്യാണക്കുറി കൊടുത്തതാ, വരികയല്ല. അതെന്നാ വരാ ഒഴിവ് കഴിവ് പറഞ്ഞെന്നാ. ഒഴിവ് കഴിവ് എല്ലാരും ഒഴികഴി പറഞ്ഞു. ഒരുത്തൻ പറഞ്ഞു പറ ഒഴികഴി ഓരോ തരം പറഞ്ഞൊരു നേരം. ഒഴികഴി ഓരോ തരം പറഞ്ഞൊരു നേരം. ഒരുത്തനു നിലത്തിനായി മനസ്സിൽ വിചാരം. ഒരുത്തനു
നിലത്തിനായി മനസ്സിൽ വിചാരം നിജ സ്ത്രീയിൽ ലയികയാൽ ഒരുത്തനുസാരം മുടക്കുണ്ടു കാളകള പരനു പാരം രാജാൽമജ ഇരുന്നതിൻ വിവരം രാജാൽമജ ഇരുന്നതിൻ വിവരം ഉപമയോ മകസാരം രാജാൽമജ ഇരുന്നതിൻ വിവരം. അപ്പൊ ശ്രദ്ധിക്കുക, ക്ഷണിച്ചവരാരും വന്നില്ല. ഒരുത്തൻ കാണാടെ പുറകെ, ഒരുത്തൻ കല്യാണം കഴിഞ്ഞ്, ഒരുത്തൻ മത്തും മേടിച്ചു നിലം. രാജാവ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, ക്ഷണിച്ചവരാരും വന്നില്ല, അണ്ടാ വഴിത്തലക്കലും ആ വഴിവക്കത്ത് വെക്കുന്നതിനെ എല്ലാം പിടിച്ചോണ്ട് വരാം. അങ്ങനെ വന്നതാ ഞാനും നിങ്ങളും. ക്ഷണം കിട്ടി വന്നതല്ല. ക്ഷണം കിട്ടിയത് യഹൂദനാ. അവൻ സമയത്ത് കയറി വന്നില്ല. കയറി വരാഞ്ഞത് കൊണ്ട് വഴിത്തലയ്ക്ക് കിടന്ന് എനിക്കും നിനക്കും ഇതിനകത്ത് വരാൻ മെനക്കെട്ട് നിൽക്കുകയായിരുന്നു. മെനക്കേട് കേസായിരുന്നില്ല. ഇപ്പോഴും ചിലത് മെനക്കേടാ. ആ മെനക്കേടല്ല, മറ്റേ മെനക്കേട്. മെനക്കെട്ട് നിന്നതാ. വരാൻ പറഞ്ഞു, വിളിച്ച് കൊണ്ടുവന്ന് അകത്തിരുത്തി. സമയമായപ്പോൾ ആ മഹാരാജൻ എഴുന്നള്ളി എല്ലാരും ഒന്ന് കാണാൻ. മോന്റെ കല്യാണമല്ലേ, നേരം ചൊവ്വനൊക്കെ ആണോ ഇരിക്കുന്നത്? ചട്ടും തുണിയൊക്കെ ഉണ്ടോ? അതൊക്കെ അറിയാൻ രാജാവ് വന്നപ്പം എല്ലാവരും നോക്കിയപ്പോൾ ഒരുത്തൻ കല്യാണ വസ്ത്രമില്ലാതെ. രാജാവ് ചോദിച്ചു, രാജനോ വിളിച്ചു ചൊന്നു, ശുഭ്രവസ്ത്രം വിട്ടോ രാജവിരുന്നിൽ കടക്ക പതിബന്ധു മട്ടോ. രാജാവ് കേടേ കല്യാണ വസ്ത്രമില്ലാതെ ഇതിനകത്ത് വന്ന്. രാജനോ വിളിച്ചു ചൊന്നു, ശുഭ്രവസ്ത്രം വിട്ടോ രാജവിരുന്നിൽ കടക്ക പതിബന്ധു മട്ടോ. നമ്മെ ഇവൻ നിന്നിക്കയാൽ ഇരുട്ടിങ്കലിട്ടോ നല്ല ശിക്ഷ കൊടുക്കണം ഈ കടലിൽ ചൂട്. അപ്പൊ ഇരുട്ട് നിത്യനരകമാണ്. നമ്മെ ഇവൻ നിന്നിക്കയാൽ ഇരുട്ടിങ്കലിട്ടോ നല്ല ശിക്ഷ കൊടുക്കണം ഈ കടലിൽ ചൂട്ടോ. രാജാൽമജ ഇരുന്നതിൻ വിവരം രാജാൽമജ ഇരുന്നതിൻ വിവരം. അപ്പൊ ശ്രദ്ധിക്കുക, ഇരുട്ട് പിശാചനെ കാണിക്കുന്നതാ, നരകത്തെ കാണിക്കുന്നതാ, പാപത്തെ കാണിക്കുന്നതാ. സ്തോത്രം. ഒടുവിൽ വിളിച്ചു ചോദിച്ചാൽ പറഞ്ഞു, കല്യാണ വസ്ത്രം ഇല്ല. അയ്യോടി എന്ത് ചെയ്യണം വസ്ത്രം? പുള്ളി പറഞ്ഞില്ല, ഇതല്ലല്ലോ, ഇവിടെ കയറുമ്പോൾ വേറൊരു വസ്ത്രമുണ്ട്. അയ്യോ അതെവിടാന്ന്? ഇരിക്കുന്നവരെല്ലാം കല്യാണ വസ്ത്രം ധരിച്ചിരിക്കുക, ഇവൻ മാത്രം നീ എന്ത് കല്യാണ വസ്ത്രം? കല്യാണ വസ്ത്രം ഉണ്ടായിരുന്നില്ല, എന്നെ മേടിക്കാൻ. അതെവിടെ കിട്ടുമെന്ന് എന്നെ രാജാവ് എഴുതിയിട്ടില്ലെങ്കിൽ ആശയം അത്. രാജാവ് പറഞ്ഞു, നീ എതിലേക്കൂടാ കേറിയേ? നീ എതിലെയാ വന്ന? എതിലെയാ? ഞാന് ഡൈവ് ചെയ്ത് വന്നതാണെന്ന് പറഞ്ഞു. എടാ, ഇതിന്റെ വാതിക്കൽ ഒരു വാതിലുണ്ട്. ഇതിനകത്ത് വന്നവൻ മുഴുവൻ ആ വാതിലിൽ കൂടെ അങ്ങോട്ട് കയറി വന്നേ. വാതിക്കൽ ഞാൻ ഭൃത്യന്മാരെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കയറുന്നവന് തുണി കൊടുത്ത് വേണം അകത്തോട്ട്. അപ്പൊ നീ വാതിലിൽ കൂടെ അല്ല വന്നേ. ഒറ്റ വാതിലേ ഉള്ളത് യേശുക്രിസ്തുവാ. അത് രക്ഷയുടെ വാതിലാ. ആ വാതിൽ മാത്രമാണ് ഏകവാതില്. അപ്പൊ ഇവൻ അതിലേ കൂടെ അല്ല വന്നത്. അപ്പൊ ഇവനോട് ചോദിച്ചു, നീ? അവൻ പറഞ്ഞു, പഴയ ജൂഡോയായിരുന്നെന്ന് പറഞ്ഞു. ഞാന് ഈ കമ്പേ കുത്തിച്ചാടുന്നൊരു ഇതുണ്ടല്ലോ, അതിനെന്നാ പറഞ്ഞേ? ഞാൻ പറഞ്ഞ തെറ്റും. കമ്പും കൊണ്ട് വന്നിട്ട് എന്തോ ജാവലിൻ ആയിക്കോട്ടെ, മനസ്സിലായല്ലോ. അത്ര പറഞ്ഞാൽ മതി. ഇനി അത് പറഞ്ഞ് സെന്ററിലൊരു തർക്കം ഉണ്ടാകരുത്. ഇവൻ മതിൽ ചാടി കയറിയവനാ. മതിയെന്ന് അത് മതി. ഇനിയിപ്പോ അത് പറഞ്ഞ് വേറെ രണ്ട് തവയാകരുത്. കുത്തിച്ചാടുന്നൊരു തവയും കുത്താത്ത ചാടുന്നേ. അപ്പൊ ഇവന് മതിൽ ചാടി കയറിയവനാ. നേരായ വഴി കൂടെ വന്നതല്ല. അങ്ങനെ ഒത്തിരി പേര് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ചേടുത്തി ഇതിനകത്ത് വന്നപ്പം പറഞ്ഞ അനിയത്തി പറഞ്ഞു, കുഞ്ഞമ്മ നീയും കൂടെ വാടി, ഓട്ടോ ഇടുന്നുണ്ട്. ഓട്ടോയിൽ കയറി അവളും വന്നിരിക്കുക. അല്ലാതെ മതിൽ ചാടിയതാണ്. ചേട്ടൻ ഇതിനകത്ത് അനിയനോട് പറഞ്ഞു, കുഞ്ഞുഞ്ഞ നീ അടുത്ത കൗൺസിലിൽ നിന്നെയും കയറ്റുമെന്ന് പറഞ്ഞു.
അവന് മതിൽ ചാടി വന്നതാണ്. ഇവനൊന്ന് ശരിക്കും മാനസാന്തരപ്പെട്ട് വന്നത് കുറച്ചേ ഉള്ളെന്നേ, മിക്കത് മതിൽ ചാടി വന്നതാ. ബന്ധം പറഞ്ഞും ശേഷം പറഞ്ഞും സ്തോത്രം എന്തെങ്കിലുമൊക്കെ കൊടുത്തും ഒക്കെ ആ പലതും സ്തോത്രം. അപ്പൊ ഇത് നേരായ മാർഗത്തിലൂടെ വന്നവരെല്ലാം കല്യാണ വസ്ത്രം ധരിച്ച് ഇവൻ മതിൽ ചാടി വന്നതാ. ജോയിക്കുട്ടി അവിടെ വാതക്കൽ ഞാൻ ആളിനെ നിർത്തിയിട്ടുണ്ടായിരുന്നു വരുന്ന, കാരണം വസ്ത്രം വേണം, എൻ്റെ മോൻ്റെ കല്യാണമല്ലേ, ഈ തുണിയൊന്നും പാടില്ല. അയ്യോ ഞാൻ മതിൽ ചാടി, കുഴപ്പമില്ല. രാജഭൃത്യന്മാരിങ്ങനെ നിൽക്കുകയല്ലയോ കിങ്കരന്മാർ. രാജാവ് പറഞ്ഞ് അവനെ പിടിച്ച് ഇവൻ മതിൽ ചാടി വന്ന മതിൽ കൂടെ എടുത്ത് വെളിയിലിട്ടേക്കാൻ പറഞ്ഞു. മതിൽ ചാടി വന്നതല്ല, പഴയ ഡൈവാ. ഭൃത്യന്മാരോട് പറഞ്ഞ് അവനെ കെട്ടി. പിന്നെ സാർ അതൊക്കെ നല്ല കൃത്യത്തിനാണ് കൊടുത്തിരിക്കുന്നത്. ഭൃത്യരവനെ വരിഞ്ഞു കെട്ടി വൈരം തേടി. ഇവനെ രാജഭൃത്യന്മാരെ പിടിച്ചങ്ങ് കെട്ടി. ഭൃത്യരവനെ വരിഞ്ഞു കെട്ടി വൈരം തേടി. പട്ടണത്തിനു പുറത്തെ മതിലിങ്കൽ കൂടി. മതിൽ വഴി വന്നതല്ലേ. ഭൃത്യരവനെ വരിഞ്ഞു കെട്ടി വൈരം തേടി. പട്ടണത്തിനു പുറത്തെ മതിലിങ്കൽ കൂടി. ഒട്ടുമടി കാണാതുള്ള കൂരിരുട്ടിൽ പേടി. നരകത്തിൽ താഴാൻ തള്ളിയും ചോടി. ഭൃത്യരവനെ വരിഞ്ഞു കെട്ടി വൈരം തേടി. ഭൃത്യരവനെ വരിഞ്ഞു കെട്ടി വൈരം തേടി. പട്ടണത്തിനു പുറത്തെ മതിലിങ്കൽ കൂടി. ഒട്ടുമടി കാണാതുള്ള കൂരിരുട്ടിൽ പേടി. നരകത്തിൽ താഴ തള്ളിയും ചോടി. വിരുന്നതിൻ വിവരം വിരുന്നതിൻ വിവരം ഉപമയോ മകസാരം രാജാത്മജ വിരുന്നതിൻ വിവരം ഉപമയോ മകസാരം രാജാത്മജ വിരുന്നതിൻ വിവരം. അപ്പൊ ശ്രദ്ധിക്കുക, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് നമ്മെ വിടുവിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇരുട്ട് ഒന്ന് പാപത്തെ കാണിക്കുക, 2 പിശാചിനെ കാണിക്കുക, 3 നിത്യ നരകത്തെ കാണിക്കുക. ആ ഇരുട്ടിൽ നിന്ന് ദൈവം നമ്മെ രക്ഷിച്ചു. പാപത്തിന്റെ വടികുടിയിൽ പിശാചിനാൽ പിടിക്കപ്പെട്ട് പാപത്തിന്റെ ദാസന്മാരായി പാതാളത്തിന്റെ ആടുകളായി മേഞ്ഞുകൊണ്ടിരുന്ന കാലത്തിൽ നിന്ന് കാൽവറിയിൽ ഒരുവൻ നമുക്ക് വേണ്ടി ജീവനെ തന്നു. ഒരുവൻ നമുക്ക് വേണ്ടി പരിശുദ്ധ രക്തം ചിന്തി അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ അതിക്രമങ്ങളുടെ പാപത്തിൽ നിന്ന് വീണ്ടെടുപ്പ് നൽകി ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച ദൈവത്തിന് ഇന്ന് രാത്രി നന്ദിയോടെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. 1-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട വിഷയം ഇരുട്ടിൽ നിന്ന് നമ്മളെ ദൈവം രക്ഷിച്ചു. അതല്ലേ ഏറ്റവും വലിയ ഭാഗ്യം. ഇപ്പൊ നമ്മുടെ ജീവിതം വെളിച്ചമാ. 2-ാം അധ്യായത്തിൽ പറയും ആരും വിരുദ്ധ തെറ്റിക്കരുത്. നമ്മുടെ ലാക്കൊന്നും തെറ്റരുത്. ഇറങ്ങിയ കാലത്ത് തീക്ഷണതയും പ്രത്യാശയ്ക്കും ഉണ്ടാകണേ, ഒന്നും തെറ്റരുത്. ദൈവത്തിന് മഹത്വം. 3-ാം അധ്യായത്തിൽ പറയാ ക്രിസ്തു ഇരിക്കുന്ന ഇടമായത് ചിന്തിച്ചോണം. അവിടുത്തെ മാത്രം അന്വേഷിച്ചോണം, അത് മാത്രം ചിന്തിച്ചോണം. ഇവിടെ ഒത്തിരി ഉണ്ട് ചിന്തിക്കാൻ. കണ്ണിന് കൗതുകം ഉണ്ടാക്കുന്ന, കണ്ണിന് ഇഷ്ടപ്പെടുന്ന, നമ്മളെ ത്രസിപ്പിക്കുന്ന, ഉന്മാദപ്പെടുത്തുന്ന, ഇക്കിളിപ്പെടുത്തുന്ന ഒത്തിരിയൊക്കെ ഈ ലോകത്തിലുണ്ടല്ലോ. അതൊന്നും ചിന്തിച്ചു ആലോചിച്ചു അത് പോകരുതെന്നാ പറഞ്ഞത്. ക്രിസ്തു ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത്. സ്തോത്രം. ആരും അപഹരിക്കാത്തത്, ആരും കവർന്നെടുക്കാത്തത്, അത് വേണം ചിന്തിച്ചും ധ്യാനിച്ചും പോകാൻ. 4-ാം അധ്യായത്തിൽ പ്രധാനമായിട്ട് പറയാ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണമെന്ന്. പ്രാർത്ഥനയിൽ 4:2 വായിച്ചേ മോളെ. പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം. എല്ലാവരും പ്രാർത്ഥിക്കണം. ഒരു ഗ്രൂപ്പുകാര് മാത്രം പ്രാർത്ഥിച്ചാ പോരാ. ആരൊക്കെയാ പ്രാർത്ഥിക്കേണ്ടത്? 3:18 ഭാര്യമാര് 19, ഭർത്താക്കന്മാർ 20, മക്കൾ 21, പിതാക്കന്മാരെ 22, ദാസന്മാരെ പിന്നെ 4:1 യജമാനന്മാരെ. അപ്പൊ എല്ലാരും പ്രാർത്ഥിക്കണം. ഭാര്യ പ്രാർത്ഥിക്കണം, ഭർത്താവ് പ്രാർത്ഥിക്കണം, മക്കൾ പ്രാർത്ഥിക്കണം, പിതാക്കന്മാര് പ്രാർത്ഥിക്കണം, ദാസൻ പ്രാർത്ഥിക്കണം, യജമാനനും പ്രാർത്ഥിക്കണം. പ്രാർത്ഥന 3-4 പേർക്ക് കൊടുത്തേച്ച് നീ ക്ലിമാൻസ് കളിച്ച് നടക്കരുത്. അവരെ ടവറിലുണ്ട്, അതുങ്ങൾ കുത്തിയിരുന്ന പോ എന്നും പറഞ്ഞ് ആ കുത്തുക്ക് കളിക്കുക. ഇടയ്ക്കിടയ്ക്ക് കുപ്പിയും വെള്ളവും കൊണ്ട് കൊടുക്കുന്നുണ്ട്, ജ്യൂസും.
സ്തോത്രം. എല്ലാരും പ്രാർത്ഥിക്കണം. സകല എണ്ണവും പ്രാർത്ഥിക്കണം. ഭാര്യ പ്രാർത്ഥിക്കണം. അയ്യോ ഞങ്ങളുടെ അച്ചായന്റെ പ്രാർത്ഥന, അയ്യോ എന്റെ അച്ചായൻ ഭയങ്കര, ഞാൻ ചത്ത് കിടക്കുമ്പോൾ പറയും അച്ചായന്റെ പ്രാർത്ഥന. എടി നീയും പ്രാർത്ഥിക്കണമെന്ന്, എടാ ഞാനും പ്രാർത്ഥിക്കണമെന്ന്. സ്തോത്രം. സകല എണ്ണവും പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയല്ല അച്ചാന് കൊടുത്തച്ച് നീ മൊബൈലിൽ കിടന്ന് മാന്തുകയല്ല. സഹോദര നിന്നോടും പറയാ, പ്രാർത്ഥനയെല്ലാം തങ്കമ്മയ്ക്ക് കൊടുത്തച്ച് നീ ചുമ്മാ കറങ്ങി നടക്കരുത്. ഭാര്യയും പ്രാർത്ഥിക്കണം, ഭർത്താവും പ്രാർത്ഥിക്കണം, പിള്ളേരും പ്രാർത്ഥിക്കണം, സകലയെണ്ണവും പ്രാർത്ഥിക്കണം. സ്തോത്രം. ദാസനും യജമാനനും പിതാക്കന്മാര് എല്ലാവരും പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം. പിന്നെ ഒരു കാര്യമുണ്ട്, പ്രാർത്ഥിക്കുമ്പോഴേ ചില കാര്യങ്ങൾ ക്രമീകരിച്ചു വേണം പ്രാർത്ഥിക്കാൻ. ചുമ്മാ കയറി പ്രാർത്ഥിക്കരുത്. 18 വായിച്ചേ. ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിൽ ഉചിതമാവണ്ണം കീഴടങ്ങുക. കീഴടങ്ങിയേച്ച് വേണം പ്രാർത്ഥിക്കാൻ. അയാളെ കാലുമടക്കി കനാലടിച്ചേച്ച് പോയി പ്രാർത്ഥിക്കരുത്. അമ്മാമ്മ ഭയങ്കര പ്രാർത്ഥനക്കാരിയാ. ഭർത്താവിനൊക്കെ ആ കാശിന് വില വെക്കുന്നില്ല. അയാൾ പറയാ മോളി മിണ്ടാതിരിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചാലൊന്നും ദൈവം കേൾക്കുകയല്ല. ഭർത്താവിനെ ബഹുമാനിച്ച് ശുശ്രൂഷിച്ച് കീഴ്പ്പെട്ട് അനുസരിച്ച് വിധേയപ്പെട്ട് ബഹുമാനം കൊടുത്ത് വേണം അതിനുശേഷം പ്രാർത്ഥിക്കണം. ഭർത്താവിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിഞ്ഞ് പെരുമാറണം. അങ്ങനെ പെരുമാറുന്ന മാന്യ സഹോദരിമാരുണ്ട്. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എന്നിട്ട് വേണം പ്രാർത്ഥിക്കാൻ. ഞങ്ങളുടെ സഭയിലൊരു സഹോദരിയുണ്ട്. ഭർത്താവ് വിശ്വാസമാർഗത്തിൽ അല്ല. എന്തോ അവര് ഇപ്പോഴും ഒരു മിനിറ്റ് താമസിച്ച അന്നേരം പറ പാസ്റ്റർ ഞാൻ പോവാന്ന് പറയും. ഞാൻ പോവാ. ചിലപ്പം പറയും വണ്ടിയെ വിടാം. അത് നിക്കത്തില്ല. അവർ അന്നേരം പോവും. അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കണം. നമ്മളോ ഞാൻ താമസിച്ചാൽ വരുള്ളൂ. 2 ദോശ എങ്ങാനും എടുത്ത് മേടിച്ചു കഴിക്കുമല്ലോ അവിടെ മാണ്ട് കിടക്കാൻ. പിന്നെ ഉടനെ തട്ടുകടയിലോട്ട് പോയി. ഞാൻ തമാശ പറഞ്ഞതല്ല. അപ്പൊ ശ്രദ്ധിക്കുക, ഭർത്താവിനെ ശുശ്രൂഷിക്കണം. ഇത് കീഴ്പ്പെട്ട് ശുശ്രൂഷിച്ച് വിധേയപ്പെട്ടിട്ട് വേണം പ്രാർത്ഥിക്കാൻ. ഒരു വീട്ടിലെ പേരും സ്ഥലമൊന്നും പറഞ്ഞില്ല, വീട്ടില് പ്രാർത്ഥനാ മുറിയാ. അങ്ങേര് നല്ലൊരു മനുഷ്യനാ. അപ്പൊ അമ്മാമ്മ വലിയ പ്രവാചകിയാ. അപ്പൊ അദ്ദേഹം ഒരിക്കൽ ആ മുറിക്കൊക്കെ തുറന്ന് അച്ഛാ ഈ മുറിയിൽ എന്തിനാ, ഇത് വിശുദ്ധന്മാരിരിക്കുന്ന മുറിയാ. അയാൾ പണിത വരെയാ. തള്ളക്ക് വല്ല വെളിവുള്ള തള്ളയാണ്. അയാൾ കഷ്ടപ്പെട്ട് പണിത വീട്, അയാളുടെ വീട്. അയാൾ ഇതിനെയെല്ലാം ഇതിനകത്ത് ഇരുത്തുന്നില്ലേ? അത് തന്നെ അയാളെ തുടുപ്പെടുത്ത് അടിച്ചിരുന്നല്ലോ ഓരോന്നിനെ. ആ മനുഷ്യൻ ആ മുറി കയറി ഈ തള്ള പറയുക എന്തിനാ ഇതിനകത്ത് ഇത് വിശുദ്ധന്മാര്. പാവത്താൻ അയാൾ പുറകോട്ടിറങ്ങിപ്പോയി. അയാൾ പറഞ്ഞു എന്നാ വിശുദ്ധന്മാരുമായിട്ട് നീ തന്നെ അവിടെ ഇരുന്നോളാൻ. എനിക്ക് തോന്നുന്നു ഇപ്പോഴും അദ്ദേഹം രക്ഷിക്കപ്പെട്ടിട്ടില്ലെന്നാ തോന്നുന്നത്. അങ്ങനെയുള്ള ബോധക്കേടുകാരും ഉണ്ട്. ആട്ടെ, നമ്മുടെ വിഷയമല്ല, വിട്ടേക്കാം. അപ്പോ ഭാര്യ പ്രാർത്ഥിക്കണം. പക്ഷെ ഇത് ചെയ്തേച്ച് വേണം പ്രാർത്ഥിക്കാൻ. 19 വായിച്ചേ സഹോദരി. ഭർത്താക്കന്മാരെ അവരും നിങ്ങളും പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം? നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പി അവരോട് കൈപ്പായിരിക്കുകയും അരുത്. മക്കളെ അല്ലല്ല, ഇത് പറഞ്ഞേച്ചേ, ഇവരോട് പറഞ്ഞേച്ചേ. പിന്നെ മക്കളുടെ കാര്യം ഭാര്യയെ സംരക്ഷിക്കണം, പോറ്റി പുലർത്തണം. അപാകതകളും ന്യൂനതകളൊക്കെ കാണും, ഒത്തിരി കാണും. ബലഹീനതയുണ്ടല്ലോ, അവര് സമ്മതിക്കുകയല്ല. പത്രോസ് പറഞ്ഞ ബലഹീന മാത്രമെന്ന് അവര് അംഗീകരിക്കുകയല്ല. എന്നാലും നമ്മൾ അങ്ങ് അംഗീകരിച്ചു. ചിലപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് എല്ലാ കാര്യങ്ങളും ചെയ്തെന്നോ പെരുമാറിയെന്നോ വരത്തില്ല. പക്ഷെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ക്വാളിറ്റി നോക്കിയല്ല സ്നേഹിച്ചത്, ഒരു യോഗ്യത ഇല്ലാഞ്ഞത് കൊണ്ടാണ്. ആ സ്നേഹമാണ് നമ്മുടെ അകത്ത് വ്യാപരിക്കണ്ടേ. കരുതുവാനും സംരക്ഷിക്കുവാനും ബോധ്യ പുലർത്തുവാനും ഒക്കെ ദൈവം കഴിഞ്ഞാൽ പിന്നെ നമ്മളെ വിശ്വസിച്ചല്ലേ ഇതുങ്ങൾ ഇറങ്ങിയേക്കുന്നേ. ചിലക്ക് പിന്നെ ദൈവത്തിലും വിശ്വാസമില്ല. എൻ്റെ അച്ഛൻ, നീ എൻ്റെ അച്ഛൻ പറഞ്ഞിരിക്കാൻ ആദ്യം ദൈവത്തിൽ വിശ്വസിക്ക്. സ്തോത്രം. നിന്നെ ദൈവം കൈവിടുകയല്ല. അച്ഛനെ ത്യജിക്കണമെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. ദൈവമായ എല്ലാത്തിനും മതിയായവൻ. അതിൽ മുമ്പേ വായിച്ചത് യേശു സകലത്തിലും മുമ്പനാ.
നിന്നെ പുലർത്താനും നിന്റെ ദൈവം വിശ്വസ്തനാ. പക്ഷേ സഹോദരന്മാര് പ്രാർത്ഥിക്കണം, സ്നേഹിച്ച് സംരക്ഷിച്ച് പോറ്റി പുലർത്തി ദൈവസ്നേഹം. എന്നിട്ട് പിതാക്കന്മാരോട് വായിച്ചേ, മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ സകലത്തിലും അനുസരിപ്പിക്കും. സകലത്തിലും അനുസരിക്കണം. മാതാപിതാക്കളെ അനുസരിക്കണം. പിള്ളേര് ഇന്ന് മിക്ക വീട്ടിലും പിള്ളേരെ പേടിച്ച് മാതാപിതാക്കളെ ജീവിക്കുക. മിക്ക വീട്ടിലും അതെ. ഞാൻ എപ്പോഴും പറഞ്ഞു, കുടുംബ പ്രാർത്ഥനയ്ക്ക് രാവിലെ ഭാര്യയും ഭർത്താവും കൊണ്ട് എഴുന്നേറ്റോ ഉടനെ ഭർത്താവ് പറഞ്ഞു, എന്ത് ചെയ്യടി ഈ സാങ്കുട്ടിയെ വിളിക്കും. പേടിയാ എടി, അവനെയും കൂടെ എന്നാ ബ്ലസ്സിയെ വിളിക്കും, അവളെ വിളിക്കും. ഇതല്ലേ മിക്ക വീട്ടിലും. പേടിയാ. എന്നിട്ട് കല്യാണത്തിലേക്ക് പറയാ, ഞാൻ ബ്ലസ്സിയെ ഓർക്കുമ്പോൾ എന്റെ ഉള്ളം തുടിക്കുന്നു. പിന്നെ ബ്ലസ്സിനെ ഓർക്കുമ്പോൾ പിന്നെ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കത്തില്ല, സഭായം കൃത്യമായിട്ട് കൂടത്തില്ല, കൈയടിച്ച് ആരാധിക്കോ പ്രാർത്ഥിക്കോ ചെയ്തില്ല, പിന്നെ എന്നാ ഇളകാനാ? അങ്ങനെ ഉള്ളവരുണ്ട്, അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മിക്കടത്തും പേടിച്ചാ ജീവിക്കുന്നത്. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ ചോദിച്ചു, എടാ അപ്പനാ അതിന്റെ അധികാരം. കുടുംബനായകൻ അപ്പനാ. അപ്പൻ പറയുന്ന പോലെ വേണോ അമ്മയും മക്കളും അനുസരിച്ച് ആ വീട്ടിൽ വേണ്ടേ? അങ്ങനെ വിഷയം വേറെ ആണെങ്കിലും മലാഖ് ചോദിക്കുന്നുണ്ടല്ലോ, ഞാൻ അപ്പനെങ്കിൽ ബഹുമാനം എവിടെ? അപ്പന്റെ ബഹുമാനം കൊടുക്കണം. കാശൊക്കെ ഇപ്പൊ ഇച്ചിരി കാണും, നിനക്ക് ഇച്ചിരി ആരോഗ്യം കാണും, അമ്മേ നീ ഒരു കയ്യ അപ്പനെ ഒതുക്കാനാ നോക്കുന്നത്. അല്ലെ വെളിയിലാണെങ്കിലും ആദ്യം കൊണ്ടുപോകുന്ന അമ്മേനെയല്ലേ? അത് പറയാനാ ഞാൻ വരുന്നേ. തള്ള ഓർക്കുന്ന തള്ളയാണ്ട് കണിപ്പിക്കാൻ, തള്ളയെ നീ എവിടെ ചെന്ന കൊച്ചിനെ നോക്കി ഊപ്പാട് വന്ന് നമ്മൾ പറയത്തില്ലേ, ഏതായാലും തങ്കമ്മാമയെ ദൈവം അങ്ങ് ആദരിച്ചു, എന്ത് കാനഡായി കിടപ്പുണ്ട്. ഉടനെ അതിനാ അമ്മാമ്മയുടെ ദൂതുണ്ടായിരുന്ന തലമുറയിൽ കൂടി ഒരു ഉദ്ധാരണം. എന്തോ ഉദാഹരണമാ, കാനഡയിൽ പോയി തണുപ്പടിച്ച് കയ്യെ തോൽത്ത് കയറ്റി കാലെ തോൽത്ത് കയറ്റി തൊപ്പിയും വെച്ച് 2 കണ്ണ് മാത്രം കാണാം. ഇതാണ് ഉദാഹരണം. വെളിയിലിറങ്ങി നടക്കാൻ പറ്റുമോ തങ്കയ്ക്ക്? കാനഡയിൽ ചെന്നേ. ഇവിടെ തന്നെ കുണ്ടറിലോട്ട് ഇറങ്ങി 6 മുറിക്കടയിലോട്ടോ അല്ലെങ്കിൽ ആശുപത്രി മുക്കിലോട്ട് നടക്കാം. കാനഡയിൽ ഏത് മുക്കിലോട്ട് നടക്കാനാ? അല്ല, ഞാൻ തമാശ. അങ്ങോട്ടിറങ്ങിയ ഒരു ഓട്ടോ കാണിച്ചേടെ നിർത്തണം, എനിക്ക് അങ്ങോട്ട് പോകണം. പറയൂ, കാനഡ ചെന്ന് ആരുടെ ഓട്ടോ പിടിക്കാനാ? കൊച്ചുങ്ങൾ കൊണ്ടുപോകണം ഇല്ലേ? പിന്നെ പിള്ളേരെ നോക്കി അടുക്കള ജോലിയും ചെയ്ത് ഊപ്പാട് വന്ന അതാണോ ഉദ്ധാരണം? എനിക്ക് തോന്നുന്നില്ല അത് ഉദ്ധാരണമാണ്. പൊന്നച്ചാന് തോന്നുന്നുണ്ട് അത് ഉദ്ധാരണമാണ്. ഇവിടെ ആരും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓട്ടോ പിടിച്ച് യോഗത്തിന് വരാം. അവിടെ എങ്ങനെ പോവാനാ? ഇപ്പം വെളിയിലുള്ള കൊച്ചുങ്ങളെ ഇയാള് മെനക്കേടാണല്ലോ, ഞങ്ങളുടെ വഴിയും കൂടെ. നന്നായിട്ട് മാതാപിതാക്കളെ ശുശ്രൂഷിക്കുന്നവരും ഉണ്ട്, എല്ലാരും മോശക്കാരല്ല. ഉണ്ട്. സ്തോത്രം. ഒരു കാര്യം പറയാം, പേരും സ്ഥലവും ഒന്നും ചോദിക്കരുത്, പറയത്തില്ല, മറന്നിട്ടല്ല, വെറുതെ ആലോചന ഉണ്ടാക്കണ്ട. അതുകൊണ്ടാ സ്വന്തം പെറ്റതള്ളയെ ജനിപ്പിച്ച അപ്പനെ വെളിയിലോട്ട് കൊണ്ടുപോകാൻ ടിക്കറ്റിന് ബാർഗൈൻ ചെയ്യുക. ഇല്ലാത്തവരല്ല, കോടിക്കണക്കിനുണ്ട്, കോടിക്കണക്കിന്. പിന്നെ ബാർഗൈൻ ചെയ്യുക അങ്ങോട്ട് കൊണ്ടുപോകാനേ. ട്രാവലേഴ്സ് താത്ത് പിടിക്കുന്നു. അപ്പൊ പുള്ളി പറഞ്ഞു, നോക്കട്ടെ, മൺഡേ ചിലപ്പം കുറയാൻ. ഇല്ലാത്തവരല്ല, സ്വന്തം പെറ്റതള്ളയാ, അല്ലെ ജനിപ്പിച്ച തന്തയാ, അങ്ങനെയുള്ളവരുണ്ട്. ഇടാ അവരുണ്ടാക്കിയതിന്റെ 1 സെന്റ് സ്ഥലം വിറ്റാ മതി 5 ടിക്കറ്റ് എടുക്കാം. മെയിൻ റോഡിലാ വാസ്തു. ഇങ്ങനത്തെ കഞ്ചൂസുകൾ ഒത്തിരി ഉണ്ട് കേട്ടോ. കഞ്ചൂസ് ഹിന്ദിയല്ലേ? ഇരിക്കട്ടെ, ഒരു ഹിന്ദിയും കൂടെ. കുണ്ടറ സെന്റർമെന്റ് 2 ഹിന്ദി പിന്നെ ഉണ്ടെന്ന്. എന്നുവെച്ചാ തള്ള 10-20 മണിക്കൂർ ഇങ്ങനെ ഇരിക്കുക.
അങ്ങനെയുള്ള വിദ്വാൻമാരും ഉണ്ട്, ഇഷ്ടം പോലെ. അയ്യോ, എന്നാൽ നല്ല ആൾക്കാരുമുണ്ട്. എനിക്ക് വേണ്ടപ്പെട്ട ഒരാളുണ്ട്, എൻ്റെ അറിവിലല്ലേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ഒത്തിരി പേരുണ്ട്. എൻ്റെ അറിവിൽപ്പെട്ട ഒരു കാര്യം പറയാം. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ പറയോ ഞങ്ങളും അങ്ങനെ പാസ്റ്റർ, എനിക്കറിയത്തില്ലല്ലോ, അറിയാവുന്ന പറയാം. ഞങ്ങളുടെ ഒറ്റപ്പളാക്കലെ മത്തായി സാർ, OT മത്തായി സാർ, അദ്ദേഹത്തിന്റെ ഇളയ മകൻ, ആ കൊച്ചുമോൻ ബിനു, അപ്പനെ അമ്മയും ഫസ്റ്റ് ക്ലാസ്സിലാണ് കൊണ്ടുവരുന്നത്. ആ, ഞാനൊക്കെ ചോദിച്ചു, അയ്യോ പപ്പായും മമ്മി അങ്ങനെ ഇരുന്ന് ബുദ്ധിമുട്ടാനൊന്നും പാടില്ല. അങ്ങനെയുള്ളവരും ഉണ്ട്. ബാർഗൻ ചെയ്ത് അവസാനം നൂപ്പാട് വന്ന് കുഴ തെറ്റി ഇറങ്ങിയ തള്ളേ. സ്തോത്രം. ഇടയ്ക്ക് കയറി പറഞ്ഞതേ ഉള്ളൂ, അപ്പനാന്നേ അപ്പന്റെ ബഹുമാനം കൊടുക്കണം. ഞാനൊരു കാര്യം കൂടെ പറയാം, കൺവെൻഷനാ എന്നാലും പറയാതിരിക്കത്തില്ലേ. ഈ കുടുംബജീവിതത്തിലേ പിള്ളേര് ഇച്ചിരി പ്രായമായി കഴിയുമ്പം, ഇച്ചിരി എൻ്റെ ഭാഷ പപ്പും തൂവലും ഒക്കെ വെച്ച് കഴിയുമ്പോഴേ ചിലര് അപ്പനെ ശാസിക്കും. പപ്പായ്ക്കൊന്നും അറിയത്തില്ല, പപ്പാ മിണ്ട, അമ്മ അനുവദിച്ചു കൊടുക്കരുത്. ആ, ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം, എപ്പോഴും ഞാൻ പറയുന്നതാ. ഒരിക്കലും എൻ്റെ അമ്മയും അമ്മയുടെ കൂട്ടുകാരിയും മുറ്റത്ത് നിന്ന് സംസാരിക്കുക. വർഷങ്ങൾക്ക് മുമ്പാ എനിക്ക് വന്ന്, ഞാനന്ന് 7ാം ക്ലാസ്സിലെങ്ങാണ്ടാ പഠിക്കുന്നത് തോന്നുന്നു. 7 വരെ ഞാൻ പോയതാ. ചിലരൊക്കെ അയാൾ പള്ളിക്കൂടത്തിലേ കയറിയിട്ടില്ല. 7 പിന്നെ അപ്പം അമ്മയും അമ്മയുടെ കൂട്ടുകാരിയും കൂടെ, അവര് സ്ത്രീകളല്ലേ. അപ്പം ഞാൻ പതുക്കെ അവിടെ നിൽക്കുക, അപ്പം കേൾക്കുന്നുണ്ട്. അപ്പം എന്തോ കാര്യം ഇവർ തമ്മിൽ സംസാരിച്ചപ്പം അവരുടെ ഭർത്താവിൻ്റെ കാര്യം ആ സ്ത്രീ പറഞ്ഞു, അങ്ങനെയാണ്. അപ്പം ഞാൻ അത് കേട്ടോണ്ട് ഒരു ഡയലോഗ്, ഇവിടുത്തെ അച്ചാച്ചനും ഇങ്ങനാന്ന് പറയാൻ വന്നതാ. അച്ചാച്ചൻ എന്ന് പറഞ്ഞതറിയാം, ഒറ്റയടി എൻ്റെ കർണക്കുറ്റിക്കിട്ട അമ്മ. പണ്ടൊരു അള്ള പറഞ്ഞ പോലെ അമ്മെന്ന് വെച്ചതറിയാൻ പിന്നെ എനിക്ക് ബോധമില്ലാതായി പോയെന്ന്. ഒറ്റയടി എൻ്റെ അമ്മ, എൻ്റെ 7ാം ക്ലാസ് അടിച്ചു. ഞാൻ മാറിക്കളഞ്ഞില്ലേ, അമ്മ വീണ്ടും അടിക്കുമെന്നുള്ളതിനൊരു തർക്കവുമില്ല. ഒറ്റയടി അടിച്ചു. അടിച്ചു വെച്ചമ്മ ഇറങ്ങി കൈക്ക് കയറി പിടിച്ചു. അപ്പം മറ്റേ കൊച്ചമ്മ കയറി അമ്മയുടെ കൈക്ക് പിടിച്ചു. കുഞ്ഞമ്മ എന്തുവാ? അപ്പം അമ്മ പറയാ, നീ അപ്പനെതിരെ പറയാറായോ? എൻ്റെ അമ്മ പറഞ്ഞതാ, എടാ എൻ്റെ കണ്ണടയുന്നത് വരെ അങ്ങേർക്കെതിരെ വല്ലതും പറഞ്ഞ, എൻ്റെ അമ്മയുടെ ഭാഷ, ഞങ്ങൾ കുട്ടനാട്ടുകാരാ, നിന്നെ കൊയ്ത്തരിവായിക്ക് ഞാൻ കണ്ടിക്കുമെന്ന്. അത്രയും വേണ്ട. അപ്പൊ ശ്രദ്ധിച്ചേ, അമ്മ എന്നോട് പറയാ, ഒറ്റ അടിച്ചേച്ച് പറഞ്ഞു, അടിച്ചേച്ച് ഓടാതിരിക്കാൻ ചാടി പിടിച്ചേച്ച് പറഞ്ഞു, എൻ്റെ കണ്ണടയുന്നത് വരെ നീ തന്തയ്ക്ക്, അമ്മയുടെ ഭാഷ, തന്തയ്ക്കെതിരെ വല്ലതും പറഞ്ഞാൽ നിന്നെ ഞാൻ കൊയ്ത്തരുവായിക്ക് നിന്നെ അമ്മ കണ്ടിക്കുകയും ചെയ്യും. അതിനൊരു തർക്കവുമില്ല. പിന്നെ എൻ്റെ മരണം വരെ ഞാൻ അച്ചായൻ്റെ മരണം വരെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അടിയുടെ ചൂട് വണ്ട് മുളിച്ച് അടിയാ. ഇതായിരിക്കണം അമ്മ. എല്ലാം മനസ്സിലാകുന്നുണ്ടോ? അല്ലാതെ കൊച്ചുങ്ങൾ പ്രായമാകുമ്പം സ്തോത്രം വാടാ നമുക്ക് പോയി ബാങ്കിൽ പോയി പൈസ എടുത്തിട്ട് നമുക്ക് ലുലു മാളിൽ പോകാം. പിന്നെ അവൻ പറയാം, ആച്ചാൻ അതവിടെ ഞാൻ ഇരുന്നോളും. ചില വീട്ടിൽ ആൺപിള്ളേരൊക്കെ പ്രായമായ അമ്മയും മോനും ഒരു കേട്ട, അപ്പനെ പിന്നെ വലിയ പുള്ളി പിന്നെ ഇങ്ങനെ വാതിക്കലിരിക്കുക, ഒരു കാവൽക്കാരനെ പോലെ അവര് കാറ കയറി പോകുന്ന നോക്കും. തിരിച്ചു വരുമ്പോഴും എല്ലായിടത്തും അല്ല തിരിച്ചും അമ്മയുടെ കുറ്റം പറഞ്ഞ് മക്കൾ വരുമ്പോൾ അപ്പൻ ശാസിക്കണം. ഡാടാ നിർത്ത്, ഞാനിവിടെ ഉണ്ട്, അവളെ ഞാനാ കെട്ടിയത്, എനിക്ക് ആരോഗ്യം ആക്കോ ഓർമ്മയുള്ള കാലത്തോളം ഞാൻ നിയന്ത്രിച്ച, നിങ്ങൾ ആരും കയറി അവളെ ഇത് പറയണം. എന്നാ പറയുവോ? ദൈവത്തിന് മഹത്വം. പിള്ളേർക്ക് വളം വെച്ച് കൊടുക്കരുതെന്നായി പറഞ്ഞത്. പിള്ളേർക്ക് വളം വെച്ച് കൊടുക്കരുത്.
ഇടയ്ക്ക് കയറി പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ എന്നാ ഞാൻ പിന്നെ ആ വിഷയത്തിൽ തന്നെ നിൽക്കും. നിങ്ങൾ കേട്ടിരിക്കും. എന്നാലും നിങ്ങൾ പോകുമ്പോൾ പറയും, ഓ കുഴപ്പമില്ലായിരുന്നതിനാൾ മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത് എന്ന് പറയാം. അതുകൊണ്ട് അതങ്ങ് വിടുക. ദൈവത്തിന് മഹത്വം. ഒരു കാര്യം പറയാം, എല്ലാവരും പ്രാർത്ഥിക്കണം. 4-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ പറയുക, പ്രാർത്ഥനയിൽ ഭാര്യ പ്രാർത്ഥിക്കണം, ഭർത്താവ് പ്രാർത്ഥിക്കണം, മക്കൾ പ്രാർത്ഥിക്കണം, പിതാക്കന്മാർ പ്രാർത്ഥിക്കണം, ദാസൻ പ്രാർത്ഥിക്കണം, യജമാനൻ പ്രാർത്ഥിക്കണം. പൗലോസ് എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞത്, സകല പ്രാർത്ഥനയാലും യാചനയാലും ഏറെ നേരത്തും ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കണം. ഇങ്ങനെ പ്രാർത്ഥിച്ച് ബലപ്പെടുന്നവരോട് 4-5 പറയുക, പിന്നെ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, സമയം തക്കത്തിൽ ഉപയോഗിക്കണം. നമുക്ക് എപ്പോഴും സമയം കിട്ടിയെന്ന് വരികയല്ല. ആരാധിക്കാൻ അവസരം കിട്ടുമ്പോൾ ദൈവത്തെ ആരാധിക്കണം. പ്രാർത്ഥിക്കാൻ അവസരം കിട്ടുമ്പോൾ പ്രാർത്ഥിച്ചോണം. പാട്ട് പാടാൻ അവസരം കിട്ടുമ്പോൾ പാട്ട് പാടണം. വേറെ പുസ്തകം വായിക്കാൻ അവസരം കിട്ടുമ്പോൾ വേറെ പുസ്തകം വായിക്കണം. കർത്താവിന്റെ വിലക്ക് കൊടുക്കാൻ സാവകാശം ലഭിക്കുമ്പോൾ കൊടുക്കണം. വേല ചെയ്യാൻ അവസരം കിട്ടുമ്പോൾ വേല ചെയ്യണം. ഉടപ്പരുത്, അലസതയോടിരിക്കരുത്, മടിയോടിരിക്കരുത്, ഉദാസീനതയോടിരിക്കരുത്. യിരെമ്യാവ് 48:10 പഠിക്കുന്നത്, ഉദാസീനതയോടെ വേല ചെയ്യുന്നവൻ സ്തോത്രം വീടും വയലും തോട്ടവുമെല്ലാം നേടുവാനുള്ള സമയമിതല്ല. വീടും വയലും തോട്ടവുമെല്ലാം നേടുവാനുള്ള സമയമിതല്ല. കാടും മലയും അവലോടോടി നേടുക നീയു ആത്മാക്കളെയും. കാടും മലയും അവലോടോടി നേടുക നീ ആത്മാക്കളെയും. രാവും പകലും ഗീതങ്ങൾ പാടി പവിത്ര ജീവിത ശോഭയെ തേടി ശൂലമിയപ്പോൾ കാത്തിരിക്കാനി കാന്തൻ വരുമേ. ഉണരുസിയോനെ ദൈവത്തെ സ്തുതിക്കുക. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ലഭിക്കുന്ന അവസരം നഷ്ടപ്പെടുത്തി കളയരുത്. ഇത് സുപ്രധാന കാലമാ, ഇത് രക്ഷാദിവസമാ. ഇന്ന് രാത്രി യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചവർ അമാന്തിക്കരുത്. വെള്ളത്തിൽ നിന്ന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മ നാമത്തിൽ സ്നാനപ്പെടണം. സ്നാനപ്പെട്ടവര് കർക്കശമായി വേർപാട് പാലിക്കണം. എനിക്ക് നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമൊന്നും നഷ്ടപ്പെടുത്തി കളയരുത്. എപ്പോഴും അവസരം കിട്ടിയെന്ന് വരികയല്ല. ലഭിക്കുന്ന അവസരം നന്നായിട്ട് ഉപയോഗിക്കണം. എല്ലാരും ആരാധിക്കുമ്പോ ആരാധിക്കല്ലെങ്കിൽ നോക്കിയിരിക്കും, കുറുക്കാനിരിക്കും പോലെ. ഞാൻ എന്നെയും കൂടെ ചില ഉപദേശമാരെ നിങ്ങൾ ശ്രദ്ധിച്ച്, ചിലരെ, എല്ലാരും അല്ല, ചിലരെ ഒരാള് ശുശ്രൂഷിക്കുമ്പോൾ, അല്ലെ ഒരാള് പ്രസംഗിക്കുമ്പോൾ, അല്ലെ ഒരാള് വചനം ശുശ്രൂഷിച്ചിട്ട് ആത്മീയ ഇവര് അനങ്ങുകയല്ല. ഇവര് എഴുന്നേക്കുമ്പോ എല്ലാരും ഇങ്ങനെ ലൈംഗമ്പിയെ പിടിച്ച പോലെ. അതെന്നാ സൂക്കേടാ. എടാ, നീ കൊടുത്താലല്ലേ നിനക്കും കിട്ടുമ്പോൾ. വേറൊരാൾ പ്രസംഗിച്ചാൽ ഇവർ അനങ്ങത്തില്ല. ഇവരെഴുന്നേക്കുമ്പോ എല്ലാരും അനങ്ങണില്ല. എന്നെ അനങ്ങാത്ത സൗകര്യമില്ല. നീ എന്നാ നേരത്തെ അനങ്ങാഞ്ഞേ? എടാ, നീ എന്നാ നേരത്തെ അനങ്ങാഞ്ഞേ? ഞങ്ങളുടെ സഭയില് അവിടെ കൂട്ടായ്മയില് ഒരു ചെറിയ കൊച്ചൻ വാക്യം പറഞ്ഞാലും ഞാൻ വായിച്ചു കൊടുക്കും. സ്തോത്രം പറയുകയും ചെയ്യും. എന്നേക്കാൾ നന്നായി ശുശ്രൂഷിക്കുന്ന എത്രയോ പേര്. എനിക്ക് സന്തോഷമാണ്. എനിക്ക് അവരിന്ന് കേൾക്കാൻ എന്തോ ആഗ്രഹമാണെന്നറിയാം. സ്തോത്രം. പഴയ ഉപദേശമാര് പറഞ്ഞത്, ഞാൻ കടമെടുക്കുക, ദാവീദ് ഒരു കല്ലെടുത്തപ്പോൾ മറ്റേ കല്ല് കടന്ന് പ്രാർത്ഥിക്കുന്ന പറയുന്നത്, കർത്താവെ ഉന്നം തെറ്റരുത്. ഉന്നം ഇന്ന് നേരെ തിരിച്ച, കർത്താവെ തെറ്റിയ ചെന്നെ വേണം അടുത്ത്. പത്രോസ് യോഹന്നാനോട് കൂടെ അവനെ ഉറ്റുനോക്കിയെന്നാ. ഇന്നെല്ലാരും ഒറ്റയ്ക്ക് നോക്കാൻ നടക്ക. അവൻ നോക്കുമ്പോ ഒന്നും നടക്കരുത്, ഞാൻ നോക്കുമ്പോ. അതല്ല, നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, ആര് കുത്തിയാലും അരി വെളുക്കട്ടെ, യേശുവിന്റെ നാമം ഉയരട്ടെ. ചിലപ്പോ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴായിരിക്കും അത്ഭുതം നടക്കുന്നേ. നീ കൈയടിക്കുമ്പോഴായിരിക്കും വിടുതല്. നിങ്ങൾ പാട്ട് പാടുമ്പോഴായിരിക്കും വിടുതല്. ചിലപ്പോ ഇവരെ ഈ വാദ്യ ഉപകരണങ്ങൾ വായിക്കുമ്പോൾ വിടുതലുണ്ടാകും. കാരണം കിന്നരം വായിച്ചപ്പോൾ ഭൂതം പോയെന്നല്ലേ എഴുതിയേക്കുന്നേ. സ്തോത്രം, 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 സ്തോത്രം. നീ ഒരാൾക്ക് കൈ കൊടുക്കുമ്പോഴായിരിക്കും വിടുതൽ നടക്കുന്നത്. അപ്പോൾ യഹോവ അവനെ നോക്കി, അന്നേരം വിടുതലല്ലേ. പ്രഭാതയാമത്തിൽ യഹോവ മേഘസ്തംഭത്തിൽ നിന്ന് മിസ്രയീം സൈന്യത്തെ നോക്കി, രഥത്തിന്റെ ഓട്ടം തെറ്റി.
Praise the Lord. അതുകൊണ്ട് ആമേൻ സ്തോത്രം, ലഭിക്കുന്ന അവസരം നഷ്ടപ്പെടുത്തി കളയരുത്. ആമേൻ എപ്പോഴും അവസരം കിട്ടിയെന്ന് വരത്തില്ലെന്ന്. സമയം തക്ക 5-ാം വാക്യം വായിച്ചേ മോളെ. സമയം തക്കത്തിൽ ഉപയോഗിച്ചു. സമയം തക്കത്തിൽ ഉപയോഗിക്കണം. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമുക്ക് ലഭിക്കുന്ന സമയം തക്കത്തിൽ ഉപയോഗിക്കണം. പുറത്തുള്ളവരോട് ജ്ഞാനത്തോടെ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. 1-2 തെളിവ് തന്ന് ഇന്ന് അങ്ങ് നിർത്താം. സമയം തക്കത്തിൽ ഉപയോഗിച്ചു 1-2. നിങ്ങൾക്ക് അറിവുള്ള, നിങ്ങൾക്കറിയാം, നിങ്ങൾക്കെല്ലാം അറിയാം. നിങ്ങൾക്കെന്തോ അറിയാൻ മേലാതെ എല്ലാം അറിയാം. അപ്പൊ അതുകൊണ്ട് പുതിയതല്ല, അറിയാവുന്ന ഒന്നുകൊണ്ടൊന്ന് ഓർപ്പിക്കുക. സമയം തക്കത്തിൽ ഉപയോഗിച്ചു. വായിച്ചേ പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം. അറിവുള്ള വാക്യമാ വായിരേ. മോശെ പാളയത്തിന്റെ വാതിൽക്കൽ നിന്ന് യഹോവയുടെ പക്ഷത്തുള്ളവൻ എന്റെ അടുക്കൽ വരട്ടെ. എന്നാറേ ലേവ്യരെല്ലാവരും അവന്റെ അടുക്കൽ വന്നുകൂടി എന്ന് പറഞ്ഞാൽ ലേവ്യരെല്ലാം കൂടെ സമയം തക്കത്തിൽ ഉപയോഗിച്ചു. പാളയത്തിന്റെ വാതിൽക്കൽ നിന്ന് മോശെ ചോദിക്കുക, യഹോവയുടെ പക്ഷത്തുള്ളവൻ എന്റെ അടുക്കൽ വരാൻ. പശ്ചാത്തലം അറിയാം. മോശെ പർവ്വതത്തിലോട്ട് കയറിപ്പോയി. കൂട്ടിനെ യോശുവയെ കൊണ്ടുപോയെന്ന. യോശുവയെ കൂടെ കൊണ്ടുപോയി 2 പേരെ ചുമതലപ്പെടുത്തി. ആരെയൊക്കെ? അഹറോനെ ഹൂരിനെയും. എന്നിട്ട് ജനത്തോട് പറഞ്ഞു, ഞങ്ങൾ മേളിലോട്ട് പോവുക, നിങ്ങളിവിടെ കാണണം. പിന്നെ ആർക്കെങ്കിലും വല്ല കാര്യം ഉണ്ടായാൽ ഇവർ 2 പേരും ഇവിടെ ഉണ്ട്. 24-12 വായിച്ചേ. പുറപ്പാട് 24-12 കണ്ണിക തുടങ്ങുന്നിടത്ത്. പിന്നെ യഹോവ മോശയോട്, നീ എന്റെ അടുക്കൽ പർവ്വതത്തിൽ കയറി വന്ന് അവിടെ ഇരിക്കണം. പിന്നെ ഞാൻ നിനക്ക് കൽപ്പനകളും നീ അവരെ ഉപദേശിക്കേണ്ടതിന് ഞാൻ എഴുതിയ ന്യായപ്രമാണവും കൽപ്പനകളും തരുമെന്ന് അറിയിച്ചു. അങ്ങനെ മോശയും അവന്റെ ശുശ്രൂഷക്കാരനായ യോശുവയും എഴുന്നേറ്റ് ദൈവത്തിന്റെ പർവ്വതത്തിൽ കയറി. യോശുവയും കൂടെ പോയി. മേളിൽ കയറിയില്ലെങ്കിലും പ്രത്യേക സ്ഥലത്ത് നിന്ന. അടുത്ത വാക്യം. അവൻ മൂപ്പന്മാരോട്, ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരുവോളം, മൂപ്പന്മാരോട് പറയാം, ഞങ്ങൾ ബഹുവചനം ഞാനും യോശുവയും, ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരുവോളം ഇവിടെ താമസിപ്പീൻ. നിങ്ങൾ എല്ലാവരും ഇവിടെ കാണണം. പിന്നെ അഹരോനും ഹൂരും ഇവിടെ ഉണ്ടല്ലോ. അടുത്തത്, ആർക്കെങ്കിലും വല്ല കാര്യം ഉണ്ടാക്കുമല്ലോ. ഉണ്ടായാലെന്നല്ല, പിന്നെ ഒരു ചെറിയ യോഗം കഴിഞ്ഞാൽ ഉടനെ കാര്യം ഉണ്ടാക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഉദാഹരണമാ. മാസയോഗം കഴിഞ്ഞ നമ്മൾ ചോദിക്കുകയല്ലേ, കഴിച്ചായിരുന്നോ? കഴിച്ചില്ലേ? നമ്മൾ ചോദിക്കുകയല്ലേ? ഇല്ല. ഉദാഹരണം, മീൻ കഴിച്ചായിരുന്നോ? കിട്ടിയില്ലേ? കിട്ടി. ഉണ്ടായിരുന്നല്ലോ, കാണുമായിരിക്കും. കഴിച്ചില്ലേ? കഴിച്ചു. അതിന് മതിയല്ലോ, പ്രശ്നം ഉണ്ടാക്കുകയല്ലേ? ഉണ്ടാക്കും. എന്തിലെങ്കിലും ഒക്കെ പ്രശ്നം ഉണ്ടാക്കും. അപ്പൊ ആർക്കെങ്കിലും വല്ല കാര്യം ഉണ്ടായാൽ അവരുടെ ചിലട്ട് അവര് പരിഹരിക്കും. ഇത് പറഞ്ഞു മോശി അങ്ങ് പോയി. നിങ്ങൾക്ക് പാകം അറിയാൻ വിസ്തരിക്കണ്ട. 10 ദിവസം കഴിഞ്ഞ് തിരിച്ച് മോശയെ കാണാഞ്ഞപ്പോ ഇവന്മാര് കാളക്കുട്ടിയെ ഉണ്ടാക്കി. നല്ല ഒന്നാന്തരം ഒരു ലക്ഷണമൊത്തൊരു മൂരിയെ കണ്ടോണ്ട് മേരി ഇളകി. ജീസസ്, ഹല്ലേലൂയ. ഒരുമാതിരിപ്പെട്ട മേരിയല്ല, മൂരിയെ കണ്ടോണ്ടാ ആണെന്ന് ഇതന്നെ ഞാൻ പോലും അറിയാൻ മേല. ചുരുക്കി പറഞ്ഞാൽ കാളക്കുട്ടി നല്ല ലക്ഷണമൊത്തൊരു കാളക്കുട്ടി, നല്ല കൊമ്പും പാലും നല്ല പള്ളയും മത്തകവും ഒക്കെ നല്ല പരുവത്തിനാക്കി അടിച്ച് കൊത്തുളി കൊണ്ടങ്ങോട്ട് പരത്തി അടിച്ച് ഒരു കാളക്കുട്ടി ഉണ്ടാക്കി അങ്ങോട്ട് നിർത്തി. കാളയെ കണ്ടപ്പോൾ ജനവിളകിയപ്പോൾ അഹരോനിളകി. അഹരോനുണ്ട് അതിന്റെ മുമ്പിൽ ഒരു യാഗപീഠം പണിതു എന്ന് വേണ്ട വലിയ ആഘോഷമാ. പെട്ടെന്ന് വായിക്കാമോ? 32 എല്ലാ വാക്യവും വായിക്കണം. 4 മുതൽ വായിക്കും. കൊത്തുളി കൊണ്ട് ഭാഷ വരുത്തി എന്ന വായിര്. അവൻ അത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി. പൊന്നും കുണുക്കും എല്ലാം കൂടെ മേടിച്ചെന്ന്. പെണ്ണുങ്ങൾ പൊന്നും കുണുക്ക് ഊരി കൊടുത്തെന്ന്. അത് നല്ല കാര്യമാ. ഊരിയത് നല്ലതാ. എന്തിനാ ഊരിയത്? ആരാധിക്കാൻ വേണ്ടി ഊരിയതാ.
ഇപ്പൊ ചിലപ്പോൾ അങ്ങനെ ഊരിയിട്ടുള്ള ആരാധനയൊന്നും വേണ്ടെന്നാ പറഞ്ഞത്. നമ്മുടെ ഉപദേശമാര് ഇപ്പം അതിനൊക്കെ അനുകൂലിക്കുക. ഊരണ്ടെന്നാ, ഇടേണ്ടവർക്ക് ഇടാം, ഇടേണ്ടാത്തവർക്ക് ഇടണ്ട. പക്ഷെ സൺഡേ വരണം. ഇടയിൽ ഒരു ഉപദേശത്തിൽ ഉറപ്പുണ്ടായിരിക്കണം. നീ ഞാനൊരു ഭാഷ പറഞ്ഞ അത് വളവളാന്ന് നിൽക്കരുത്. തീർത്ത് കാര്യം പറയണം. IPC ആണെങ്കിലും ചർച്ചൊക്കെ ആണെങ്കിലും അസംബ്ലി തീർത്ത് പറയണം. ഇടാമോ ഇടാൻ പാടില്ലയോ തീർത്ത് പറ. ചുമ്മാ ഒരുമാതിരി കൊച്ചുമാൻ പറഞ്ഞോ തീർത്ത് കാര്യം പറയണ്ടേ? എടാ, കുമ്പനാട്ടിന്നോ പുനലൂരിന്നോ മുളക്കുടയെന്നോ അറിയിച്ചു കൊടുക്കണം. ഒന്നെങ്കിൽ ഇടാം, അല്ലെങ്കിൽ ഇടണ്ട. എന്നെ പറയാത്തെ നീ സായിപ്പിനെ കാണുമ്പോ കവാത്ത് മറക്കുന്നേ. പഴയ കാലത്ത് ഊരി അമ്മമാര് എത്ര ഇടി കൊണ്ടു. എന്തിനാ? ഈ പ്രമാണത്തിന് വേണ്ടി നിന്നതാ. കുടുംബക്കാര് പരിഹസിച്ചില്ലേ, ആക്ഷേപിച്ചില്ലേ? ഞങ്ങൾക്കൊരു കുഞ്ഞാവച്ചമ്മ ഉണ്ടായിരുന്നു, കിട്ടുതാലി അങ്ങ് പറിച്ചു. ഒരാച്ചം പിടിച്ചു ഇടുക്കിയായിരുന്നു. ഇടിയുടെ പൂരം. കുഞ്ഞാച്ചമ്മ 10-60 കിലോ വല്ലതും കാണുമായിരിക്കും. അവറാച്ച നല്ല 80-85 കിലോ. അപ്പൊ കുഞ്ഞാച്ചമ്മ പറഞ്ഞ 85 കിലോയുടെ ഇടിയാ ഞാൻ മേടിച്ചെന്ന്. ഓരോ ഇടിക്കുമ്പോൾ ഇടുവോടി ഇടണമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു കൊന്നാ ഞാൻ ഇടുകയല്ല, ഛർദിച്ചു. അങ്ങനെയൊക്കെ കഷ്ടം സഹിച്ച അമ്മമാരുണ്ടെന്ന്. നിനക്കിപ്പോ ഇച്ചിരി പുത്തമ്പണവും കിട്ടി, പിള്ളേരെല്ലാം കുന്തത്തിനകത്തെല്ലാം പോയപ്പോ നിനക്കിപ്പോ ഇളക്കം കയറിയിരിക്കുക. ഇപ്പൊ പറയാ അപ്പച്ചന്മാർക്ക് വിവരമില്ലായിരുന്നെന്ന്, സാറപ്പച്ചന് വിവരമില്ലായിരുന്നു, ജിജുമ്മച്ചന് വിവരമില്ലായിരുന്നു, CK ഡാനിയലിന് വിവരമില്ലായിരുന്നു. പത്തൻകുട്ടിയപ്പച്ചൻ, മെമ്പാലക്കുട്ടിയച്ചൻ, കുന്നത്തങ്കര കുട്ടിയൻ, അഷ്ടമുടി ഉമ്മച്ചൻ, ചേത്തക്ക കീവർച്ചൻ, ഉള്ളായും ചെറിയാച്ചൻ, അഷ്ടമുടി ഉമ്മച്ചൻ, ഇനിയും പറയണോ? അവരൊക്കെ ദർശനം പ്രാപിച്ചവരാ, വാചനത്തിന് ഉപദേശത്തിൽ നിന്നവരാ. അന്നേരം 2-3 തലമുറയാഴ്ച പുത്തം കിട്ടിയപ്പോ നിനക്കല്ല ഇപ്പം ആ വാക്ക്. ഞാൻ നാളെ ചെറുവക്കലുണ്ട്, അവിടെ വാക്ക് ചെറുവക്കല. കാലിന്റെ വേദനയെല്ലാം പോയി. പ്രാർത്ഥിച്ചതിന് നന്ദി. ദൈവത്തിന് മകത്ത്. ഞാൻ ഈ കൊല്ലം ഒരു തീരുമാനവും കൂടെ എടുത്താ, ഒരുത്തനെ നോക്കുകയല്ല. നീ വിളിച്ചാലും കൊള്ളാം, വിളിച്ചില്ലേലും കൊള്ളാം, മിണ്ടിയാലും കൊള്ളാം. ഇത് ഉപദേശമാ, ഇത് പെന്തിക്കോസ് ഉപദേശമാ. സ്തോത്രം. ഇഷ്ടമുള്ളവൻ യോജിച്ചാൽ മതി എന്ന്. ഇതാ അല്ലെ തീർത്ത് പറ. കുമ്പനാട്ടിൽ നിന്ന് ഇറക്കാൻ പറ, കൗൺസിൽ കൂടുമ്പോ പറ ഇടാം, അല്ലെങ്കിൽ ഇടാൻ മേല. അല്ല എന്റെ മര്യാദ. ചുമ്മാ ഒരു അഴകോടാന്ന് പറഞ്ഞത്. സാറിനോടല്ല ഞാൻ പറഞ്ഞ, പൊതുവി പറയാ. സാറിന് വിവരമുള്ളത് കൊണ്ട് അതിന്റെ ആശയം എന്നാന്ന് പിടികിട്ടി കാണും. തീർത്ത് പറ. നീയുമ്മ ചട്ടത്തിന്മേ ചട്ടം, സൂത്രത്തിന്മേ സൂത്രം. അവിടെ അല്പം ഊരിയവനെല്ലാം മണ്ടനും ഊരാത്തവരെല്ലാം മിടുക്കരും. അതാണോ? ആഭരണം മാത്രമല്ല, അല്ല ഇതും വിഷയമല്ലേ? വിഷയമല്ലേ? എന്നെ മുഖത്തൊരു മ്ലാനത പോലെ. സന്തോഷമല്ലേ? അല്ല ഇത് പറയാൻ ഒരുത്തം വേണ്ടായോ? ആയുസ് കൂടാൻ പ്രാർത്ഥിയില്ല. എന്നെ മുടിച്ചു കളയാനും തകർക്കാനും ഒക്കെ നോക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന എനിക്ക് കോട്ടയായിരിക്കണം. ദൈവത്തിന്റെ കൃപ കൊണ്ടും ദൈവമക്കളുടെ പ്രാർത്ഥന കൊണ്ടാണ് ഞാൻ ഇന്ന് വരെ നിൽക്കുന്നത്. നിങ്ങളുടെ എല്ലാം വിലപ്പെട്ട പ്രാർത്ഥന എനിക്ക് ആവശ്യമാണ്. ഓർക്കുമ്പോൾ പ്രാർത്ഥിച്ചോ. ദൈവത്തിന് മഹത്വം അപേക്ഷിക്കുക. ദൈവത്തിന് മഹത്വം. തീർത്ത് കാര്യം പറയണ്ടേ? സ്തോത്രം. ഇത് രണ്ടിനെ ഞരങ്ങുകയല്ലേ ആൾക്കാര്? കൺവെൻഷന് വിളിച്ചാലും ഉപദേശ വായിക്കുള്ളവരെയാണോ വിളിക്കുന്നത്?
ഒന്നാം ദിവസം വന്നം പറഞ്ഞ് അവൻ പറഞ്ഞ് താഴെ വീഴ്ത്താന്ന് പ്രാർത്ഥിച്ച്. രണ്ടാം ദിവസം വന്നവൻ പറഞ്ഞു താഴെ വീടുന്ന തെറ്റാണ്. മൂന്നാം ദിവസം വന്നപ്പോൾ പറഞ്ഞ് വീടുമ്പോ ഒരു മര്യാദയ്ക്ക് വീഴണം. നാലാം ദിവസം വന്നവൻ പറഞ്ഞു വീടുന്നോണ്ട് കുഴപ്പമില്ല, ഉരുളരുത്. അഞ്ചാം ദിവസം വന്ന് പറഞ്ഞു വീണോ പക്ഷെ നൊരയും പതേ ചാടരുത്. എന്നതാടാ ഇതിനൊരു ഉപദേശമില്ലേ? കണ്ട ഒരു ഉപദേശമുണ്ടെന്ന്. ഒന്നാം ദിവസം വന്നവൻ പറഞ്ഞു ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല. രണ്ടാം ദിവസം പല ഉപദേശക്കാരാ കൺവെൻഷന് വരുന്നേ. അതെ, ഉപദേശായിക്കുള്ളവരെ വിളിക്കത്തില്ല. നമുക്ക് എങ്ങനെയും ആള് കൂടണം. ആള് കൂടുന്നതിന്റെ ഉദ്ദേശം സ്വോത്രകാഴ്ച കുറച്ചുകൂടെ അതിലെ പറഞ്ഞ ഇടയ്ക്കെടുക്കാന്ന്. ഇവിടെ പിന്നെ പോന്ന ഞാൻ ആദ്യം എടുത്ത നന്ദി. എടാ ദൈവത്തിന്റെ വേലയാ. ഇനി ഇവിടെ ഇരിക്കുന്ന ഒറ്റ ഒരുത്തൻ നന്ദിയില്ലെങ്കിലും നീ കുത്തിയിരിക്കുമ്പോ നീ ഇരിക്കുന്നിടത്ത് ദൈവം കൊണ്ട് തരും. ഈ വേലയുടെ മാന്യത. നീ ഇരുന്ന് ജാഗരിക്കുമ്പോൾ ദൈവം ഇടപെട്ട് നീ ഇരിക്കുന്നിടത്ത് കൊണ്ട് തരുമെന്ന് അനുഭവത്തിൽ കൂടാ പറയുന്നത്. ദൈവം വിശ്വസ്തനാ, ദൈവം വിശ്വസ്തനാ. പ്രൈസ് ദ ലോർഡ്. ആട്ടെ, ഇടയ്ക്ക് കയറി ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അങ്ങ് നിർത്തുക. ദൈവം ആ ഭാഗം പ്രസംഗം നിർത്തുകയല്ല, ഇതുങ്ങളെ കുണുക്കുമെല്ലാം കൂടെ ഊരിക്കൊണ്ട് കൊടുത്തു. അഹരോൻ അത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി ഒരു കൊത്തുള്ളി കൊണ്ട് ഭാഷ വരുന്നത്. കൊമ്പും കാലും വാലും എല്ലാം ഭാഷ രൂപം ഷെയ്പ്പ് വരുത്തി. ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി. ഈ ഷെയ്പ്പ് വരുത്തണമെങ്കിൽ പണ്ട് മിസ്രയീമിൽ കാളതുള്ളൽ ഉണ്ടായിരുന്നു. കാളതുള്ളല് മിസ്രയീമിലെ 10 ദൈവങ്ങളിൽ ഒരു ദൈവമാ കാള. അത് ഓർമ്മയുണ്ട്. അത് വെച്ചാ ഭാഷ വരുത്തിയത്. ശരീരം കൊണ്ട് പോന്നെങ്കിലും മനസ്സുകൊണ്ട് ഇപ്പോഴും അവിടുത്തെ കാളയൊക്കെ അകത്തിരിപ്പുണ്ട്. അതിലെ കമ്മറ്റി കൂടുമ്പോ ഇവൻ ഇളകുന്നേ. കാളയാടാ മൂരി. കമ്മറ്റി ഉടനെ കൈ തരല്ലേ. ഇപ്പൊ പിന്നെ AC റൂം ആയതുകൊണ്ട് തെറി പറഞ്ഞോട്ട് ഏകത്തിലെന്ന് പറയുന്നു. എനിക്കറിയത്തില്ല. ഞാന് ഒരു പാട്ടിന്റെ വരി എഴുതിയായിരുന്നു. മോചയെ കാണാഞ്ഞ് കാളയെ തീർത്തേ. നാടൻ പാട്ടാ. കാളതുള്ളലിന്റെ താളത്തിലാണ് എഴുതിയേക്കുന്നത്. ഞാൻ കോവിഡിന്റെ സമയത്ത് വെളിയിൽ ഇറങ്ങാൻ മേലില്ല. അപ്പൊ ഞാൻ പുസ്തകം ഒത്തിരി പാട്ട് എഴുതി. അപ്പൊ ഈ 32 വായിച്ചപ്പോ എനിക്ക് തോന്നി കാളയല്ലേ. അപ്പൊ കാളതുള്ളൊരു ചിരിക്കുന്നേ. മോചയെ കാണാഞ്ഞ് കാളയെ തീർത്തേ തകതിന്തോന്തയ്യാര. മോചയെ കാണാഞ്ഞു കാളയെ തീർത്തേ തകതിന്തോന്തയ്യാര. പൊൻകുണ്ണുക്കാ തീർത്ത പൊന്നച്ചങ്കാളെ തകതിന്തോന്തയ്യാര. അപ്പൊ പൊന്നു കൊണ്ടാ. എന്റെ പൊന്നു ദൈവമേന്നല്ലേ പറയുന്നേ. എന്റെ മോചയെ കാണാഞ്ഞ് കാളയെ തീർത്തേ തകതിന്തോ ദയ്യാര. മോചയെ കാണാഞ്ഞ് കാളയെ തീർത്തേ തകതിന്തോ. കൂത്തും കുരവയുമാട്ടും വിരാട്ടും തകതിന്തോ ദയ്യാര. കൂത്തും കുരവയുമാട്ടവും പാട്ടും തകതിന്തോ. പാടാൻ നേരമില്ല. അപ്പൊ കൂത്ത കൊരവ ആട്ടം പാട്ട് ഭയങ്കര മേളം. എന്തിനേറെ മോശപർവ്വതത്തിൽ നിന്നിറങ്ങി വന്നപ്പോൾ ആളും ഓളോ മേളവും കാള്. മോശ ചോദിച്ചത് എന്നാന്ന് ചോദിച്ചു. മോശ പറഞ്ഞാ ഫാസ്റ്റിംഗ് പ്രയർ നടക്കാം 40 days. ഓരോ ദിവസവും ഓരോ ആൾക്കാരെയാ പാടാൻ വിളിച്ചേക്കുന്നെന്ന്. ഓരോ ദിവസവും എങ്ങനെയാലും ഇതൊന്നു പിന്നെ ലാസ്റ്റ് നന്നായിട്ട് ഇളക്കുന്നവന് വേണം. തളർന്നിരിക്കുന്ന വല്യപ്പനും ഇങ്ങനെ ഒരവിട്ട് വിളക്കണം. ഇളക്കോ ഓളോ ഉണ്ട്, പക്ഷെ അകത്ത് കാള കയറി നിൽക്കുക. എന്തിനേറെ വിസ്തരിക്കുന്നില്ല. മോശ പറഞ്ഞ് അവൻ കാളയെ ആളും മേളവും എല്ലാം കണ്ടത്. ചുരുക്കി പറഞ്ഞാൽ വഴിവിട്ട് ക്രമം കെട്ട് കെട്ടടിച്ച് ക്രമം കെട്ട് വഴിവിട്ട് നടക്കുക. മോശ അതുകൊണ്ടാ ചോദിച്ചു. അവരുണ്ട് കെട്ടടിച്ച് വിട്ട എന്തിനാന്ന് ചോദിച്ചു.
യാഗപീഠത്തിന്റെ കൊമ്പുകളോളം യാഗപശുവിനെ കയറുകൊണ്ട് കെട്ടണം. ഇപ്പൊ കെട്ടുന്നുണ്ട്, പക്ഷെ കയറിന് നീളമാ. കൊമ്പിലും കെട്ടുണ്ട്, കഴുത്തേലും ഉണ്ട്. കയറിന് നീളമായതുകൊണ്ട് എവിടെല്ലാം പോയി മേഞ്ഞാച്ചാ സൺഡേ വരുന്നേ. കെട്ടുണ്ട് ചിലപ്പോൾ ഞാൻ ജനിച്ചതേ ഇതിനകത്ത് കെട്ടുണ്ട്. പക്ഷെ നിങ്ങൾ മുതൽ ശനി വരാൻ മേഞ്ഞ് ആവശ്യമില്ലാത്തടത്തെല്ലാം പോയി മേയുക. സൺഡേ ഇവിടെ വരും. സൺഡേ ഇടിപെടിയിൽ നമ്മൾ ജീസസ് യേശു തിങ്കള് മുതല് ശനി വരെ അവിടെ എവിടെ എല്ലാം മേഞ്ഞേച്ച് സൺഡേ വന്ന് ഷൂ വെക്കുന്ന നല്ല ആരാധന. മനസ്സിലായോ? നീ ഇതിനിറങ്ങിയെങ്കിൽ ഇത് തന്നെ ആയിരിക്കണം നിന്റെ ശരണം. ഇത് മാത്രമായിരിക്കണം, അതിൽ തന്നെ രസിക്കണം. എന്തിനേറെ കാളയാളും മേളോളോ എല്ലാം കൊടുക്കണ്ടപ്പോ ആ മോശയ്ക്ക് മനസ്സിലായി വഴി വിട്ട് ക്രമം കെട്ടതുകൊണ്ട് ആ മോശ ചോദിക്കുക, യഹോവയുടെ പക്ഷത്തുള്ളവൻ എന്റെ അടുക്കൽ വരട്ടെ. അപ്പോൾ എന്നാറ് ലേവ്യരെല്ലാം കൂടെ മോശയുടെ അടുക്കൽ ലേവ്യൻ സമയം തക്കത്തിൽ ഉപയോഗിച്ചു. നമ്മുടെ കുറുവാക്യം സമയം തക്കത്തിൽ, ലേവ്യൻ സമയം തക്കത്തിൽ പോയി ലേവ്യര്. അതിന് കാരണം ആരുണ്ട് യഹോവയുടെ പക്ഷത്ത്? ലേവി ചാടി വന്നു. ലേവി ചാടി വരാൻ കാര്യമുണ്ട്. ലേവിയെ പണ്ട് മൂപ്പിലെ പരാഗിയതാ. ആര്? വെള്ളം അറിഞ്ഞ പരാക്കാ പരാഗിയത്. 49:5 ശിമയോനും ലേവിയും സഹോദരന്മാർ അവരുടെ വാളുകൾ സാഹസത്തിന്റെ ആയുധങ്ങൾ എന്നുള്ള അവരുടെ മന്ത്രണത്തിൽ കൂടരുത്. എൻ മനമേ അവരുടെ യോഗത്തിന് ചേരരുതേ. വിളിച്ചു പറയും, അവരുടെ യോഗത്തിന് പോകരുതേ. പറയും സത്യസഭ വിശ്വാസികളെ, നിൽക്കുക വിശ്വാസ പ്രമാണത്തിന്റെ പിന്തുണ ചെയ്യുന്ന പ്രിയപ്പെട്ടവര്, സഭാമക്കളെ, എന്തിക്കോസുകാരെന്ന് പറയുന്ന കുറെ ഗ്രൂപ്പ് ഉണ്ട്. കാതും കഴുത്തും പറിച്ച കുറെ പെണ്ണുങ്ങളും മീച്ച പഠിച്ച് കുറെ ആണുങ്ങളും ആമയും കൊട്ടിയും പാടിയും തുള്ളിയും ചാടി ഇങ്ങനെ യോഗങ്ങൾ നടത്തും. സത്യസഭ വിശ്വാസികളെ, നിൽക്കുക വിശ്വാസ പ്രമാണത്തിന്റെ പിന്തുണച്ചക്കാര് അവരുടെ യോഗങ്ങൾക്ക് പോകരുതേ. അതുകൊണ്ടെന്നാൽ നീ നിന്റെ കുടുംബവും ഗുണപ്പെട്ടു പോകും. അത് ഞങ്ങൾക്ക് യാതൊരു യോഗം കയറി മുടക്കി. ശിമയോനും ലേവിയും സഹോദരന്മാർ അവരുടെ വാളുകൾ സാഹസത്തിന്റെ ആയുധങ്ങൾ എന്നുള്ളമേ അവരുടെ മന്ത്രണത്തിൽ കൂടരുതേ, അവരുടെ യോഗത്തിന് ചേരരുതേ എന്ന് പറഞ്ഞാൽ ലേവി യോഗം വെച്ചാൽ പോകരുത്. നമ്മുടെ യോഗത്തിന് ലേവിയെ വിളിക്കുകയെ ബ്ലോക്ക് ചെയ്തു. നമ്മുടെ യോഗത്തിന് ലേവിയെ വിളിക്കുകയും ചെയ്യരുത്. ലേവി യോഗം വെച്ചാൽ നമ്മൾ ആരും നോട്ടീസ് പഠിച്ചിറക്കി. ഇടയലേഖനം എല്ലാ ചർച്ചിലും വായിപ്പിച്ചു. ഇടയലേഖനം ലേവിയുടെ യോഗത്തിന് ആരും പോകരുത്. നമ്മുടെ യോഗത്തിന് ലേവിയെ, കാരണം മറ്റൊന്നുമല്ല, 34 വിഷയം എടുക്കുന്നില്ല. ശേഖമ്പവരന്മാരെ ശിമിയോനും ലേവിയും കൂടെ ചെന്ന് വേദനപ്പെട്ടിരിക്കുമ്പം വെട്ടിക്കൊന്നു. ഈ വിഷയത്തിൽ അപ്പനെ നാറ്റിച്ചു. അതുകൊണ്ടാണ് ശപിച്ചത്. ശാപം വിട്ടുകൊടുത്തു. യോഗത്തിന് വിളിക്കരുത്, അവരുടെ യോഗത്തിന് പോകുകയും ചെയ്യരുത്. ചരിത്രം, ലേവി എതിർത്തില്ല, ഉടക്കിയില്ല, കൊമ്പ് കൊടുത്തില്ല, കേസ് കൊടുത്തില്ല, കോടതി പോയില്ല, വക്കീലിന് കാശ് കൊടുത്തില്ല, പഞ്ചായത്ത് മെമ്പറേയും കണ്ടില്ല, പ്രസിഡന്റിനെയും എടുക്ക പോകില്ല, MLA പുറകെയും പോകില്ല, MP പുറകെയും പോകില്ല, മന്ത്രിയുടെ പുറകെ പോയില്ല. എൻ്റെ ഭാഷയിലാണ് പറഞ്ഞേ. സ്തോത്രം. ആർക്കും പരാതിയും കൊടുത്തില്ല. ലേവി മുഴങ്കാലയിൽ അങ്ങിരുന്നു. ലേവി മുട്ടയിലിരുന്നു. കാരണം ലേവിക്ക് മനസ്സിലായി അവരെ വെട്ടിക്കൊല്ലാൻ പോയത് തെറ്റാ. പക്ഷെ ലേവി ദൈവത്തോട് ഏറ്റു പറഞ്ഞ്, കർത്താവെ തെറ്റിപ്പോയി, ക്ഷമിക്കണം, മാപ്പാക്കണം, പൊറുക്കണം, ഉപേക്ഷിക്കരുത്, തള്ളിക്കളയരുത്. ഞങ്ങൾ യോഗം വെച്ചിട്ട് അവരാരും വരുന്നില്ല, അവരുടെ യോഗത്തിന് ഞങ്ങളെ ആരും വിളിക്കുന്നുമില്ല, പൊറുക്കണം, മാപ്പാക്കണം. ലേവി ഏറെ നാൾ കൊണ്ട് ഇങ്ങനെ ഞരങ്ങി പ്രാർത്ഥിച്ചിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാ ആമേൻ മോശയെ ചോദിക്കുക, യഹോവയുടെ പക്ഷത്തുള്ള ആരേലും ഉണ്ടോ? 12 ഗോത്രക്കാര് നിൽക്കുക. രൂബേനും ശിമിയോനും ഗാദും നഫ്താലി ആശേറും ശെബൂലൂനും ലേവിയും ആമേൻ സ്തോത്ര സകലയെണ്ണവും നിരന്ന് നിൽക്കുമ്പോൾ മോശയെ ചോദിക്കുക, യഹോവയുടെ പക്ഷത്ത് ആരേലും ഉണ്ടെങ്കിൽ എൻ്റെ അടുക്കവാ. ലേവി ഉടനെ കണ്ണ് കാണിച്ചടേടാ പ്രാർത്ഥനയുടെ
മറുപടി അവസരം ദൈവം തരിക. ചാടി മുന്നോട്ട് വരാൻ പറഞ്ഞു, സമയം തക്കത്തിൽ ഉപയോഗിക്കാൻ പറഞ്ഞു. ലേവ്യർ മുഴുവൻ മോശയുടെ അടുക്കൽ വന്നു. ദൈവത്തിന് മഹത്വം. ആമേൻ. മറ്റു ഗോത്രക്കാരും ഗവനിച്ചില്ല. മറ്റവന്മാരെല്ലാം കാളയുടെ പുറകെ ആളിന്റെ പുറകെ ഓളം ഉണ്ടാക്കി മേളം ഉണ്ടാക്കി നടക്കുമ്പോൾ ലേവി പറഞ്ഞു, എപ്പോഴും അവസരം കിട്ടത്തില്ല, നല്ല അവസരം ദൈവം തരിക. ലേവി ചാടി മുമ്പോട്ട് വന്നുടനെ മോശെ പറയുകയാ, കരുണ തോന്നാണ് വാളെടുത്ത് വെട്ടണം. കാളയ്ക്ക് യാഗം കഴിച്ചവനും കാളയ്ക്ക് യാഗപീഠം പണിത് കാളയുടെ പുറകെ നിൽക്കുന്നവനെ എല്ലാം കണ്ടിക്കടാന്ന് പറഞ്ഞു. അടിച്ച് തൂത്തു. കാളെ ഇടിച്ച് പൊടിയാക്കി, ചുട്ട് പൊടിയാക്കി. ഇവനെയെല്ലാം അടിച്ച് കുടിച്ചോളാൻ പറഞ്ഞു. അടിച്ച് കുടിക്കണമെന്ന് പറഞ്ഞ്. ദൈവത്തിന് മഹത്വം. ലേവി സമയം തക്കത്തിൽ ഉപയോഗിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയരെ, സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ലേവിയുടെ ആ തീരുമാനം നല്ലതാ. തക്കത്തിൽ സമയം ഉപയോഗിച്ചു. അതുകൊണ്ട് എന്തോ സംഭവിച്ചു, അവൻ ശാപത്തെ അനുഗ്രഹമാക്കി തീർത്തു. ആ കാര്യം പഴയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്ന മോശെ തന്റെ ആ അനുഗ്രഹ വചസ്സിന്റെ കൂടെ ആ കാര്യം പറയുന്നുണ്ടല്ലോ. വായിച്ച ആവർത്തന പുസ്തകം 33-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം വായിച്ചേ. 33:8 വായിക്കേ. ലേവിയെ കുറിച്ച് അവൻ പറഞ്ഞത്. അവിടെ പുറകിൽ ആരോ സഹോദരിമാര് ചടയെന്ന് വായിച്ചു, അഭിനന്ദിക്കുന്നു. എന്നാലും മൈക്ക് കൂടെ ഒന്ന് വായിപ്പിച്ചോട്ടെ. വായിച്ചോ. ലേവിയെ കുറിച്ച് അവൻ പറഞ്ഞത്. നിന്റെ തുമ്മിയും ഊറിയുമും നിന്റെ ഭക്തന്റെ പക്കൽ ഇരിക്കുന്നു. അടുത്തത്, നീ മസയിൽ വെച്ച് പരീക്ഷിക്കുകയും കലകജലത്തെങ്കിൽ പോരുകയും ചെയ്തവന്റെ പക്കൽ തന്നെ. അടുത്ത വാക്യം, അവൻ അപ്പനെയും അമ്മയെയും കുറിച്ച് ഞാൻ അവരെ കണ്ടില്ല എന്ന് പറഞ്ഞാൽ വാളെടുത്ത് അങ്ങോട്ട് നിന്നപ്പോൾ അപ്പനാണോ അമ്മയാണോ എന്ന് നോക്കിയില്ല. കാരണം മോശ പറഞ്ഞത് കാളയുടെ പുറകെ നിൽക്കുന്നവനെയെല്ലാം കണ്ടിക്കാൻ പറഞ്ഞു. അങ്ങനെ അപ്പനാണോ ഉപ്പാപ്പനാണോ കൊച്ചപ്പനാണോ അമ്മാച്ചനാണോ ഒന്നും നോക്കിയില്ല. അപ്പനെന്നോ അമ്മയെന്നോ നോക്കിയില്ല. പിന്നെ സഹോദരന്മാരെ ആ വിഷയത്തിലൊന്നും ആദരിച്ചില്ല. സ്വന്തം മക്കളെ. ഇപ്പൊ മിക്ക സഭയിലും പ്രശ്നം ഉണ്ടാകാൻ കാര്യം എന്നാ? ബന്ധം നോക്കി, ശേഷം നോക്കി, സ്തോത്രം, ഇതൊന്നും ആദരിച്ചില്ല. ദൈവത്തിന് മഹത്വം. ഇപ്പൊ പിന്നെ സഭയിൽ നിന്നും ആരെയും നമുക്ക് പറഞ്ഞു വിടാനും ഒക്കത്തിൽ. ഉടനെ കേസ് ഇല്ലേ? കേസാ. പറഞ്ഞു വിടണ്ട, കുത്തിയിരുന്ന് പ്രാർത്ഥിയിര് തന്നെ പൊക്കോളും. പോകേണ്ടതാന്നേ, വരേണ്ടതാന്നേ തന്നെ. പണ്ട് ഞങ്ങൾക്കൊരു സൈമൺ ഉണ്ടായിരുന്നു. സൈമന് 3 ആൺപിള്ളേരാ, പൊടിക്കുഞ്ഞുങ്ങളാ. അപ്പൊ ഇവര് കളിക്കാൻ പോയി. സന്ധ്യ ആയപ്പോ അവന്റെ ഭാര്യ പറഞ്ഞു, അച്ഛാ പിള്ളേരെ കാണുന്നില്ല, അന്വേഷിക്കാൻ. അപ്പൊ അവൻ തന്നെ കൂളായിട്ടിരുന്ന് പറയാ, എടി നമുക്കുള്ളത് അന്ന് 7 മണിയാകുമ്പോ ഇവിടെ വരുമെന്ന്. എന്ത് ലഘുവായിട്ടാ പറഞ്ഞേ. അവള് അച്ഛാ കൊച്ചുങ്ങളെ കാണുന്നില്ല, കൊച്ചിനെ കുഞ്ഞ് തീർപ്പോ നമുക്കുള്ളതാണെങ്കിൽ 7 മണിയാകുമ്പം സൂക്ഷം 6:45 അവന്മാര് വന്നു. ഒന്ന് ഞാൻ പറഞ്ഞു, എങ്ങനെ ഉണ്ടടി, ഇത് നമ്മുടെതാടി, ഇത് നമ്മുടെതാ. എന്ന് പറഞ്ഞ പോലെ ഞാനും പറയുന്നേ. സ്തോത്രം. നിൽക്കേണ്ടവൻ ഇതിനകത്ത് നിൽക്കും. നീ ആരെയും ഉടക്കണ്ട, കുത്തിയിരുന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ ആണെന്നല്ല പുസ്തകത്തിൽ വേറൊരു വിഷയത്തോട് ബന്ധപ്പെട്ടാന്നല്ല വാക്യം ഇങ്ങനെ ആരും ഓടിക്കാതെ അങ്ങ് പൊക്കോളും. പൊക്കോളും. ഈ ലോത്തിനെ അപ്രകാരം ഓടിച്ചു വിട്ടതൊന്നും അല്ല, തന്നെ പോയി കയറിയതാ. അപ്രകാരം നല്ല മനസ്സോടെ പറഞ്ഞാടാ ഇഷ്ടമുള്ളത് എടുത്തോളാൻ. അന്നേരം അവൻ ഉന്നം വെച്ച് യോർദാൻ എതിരെയുള്ള സ്ഥലമല്ല, നേരെ അങ്ങോട്ട് പോയി. അപ്രകാരം പറഞ്ഞു വിട്ടതാണോ? തന്നെ പോവുക. നേരെ യോർദാന്റെ തീരത്തിൽ എന്നിട്ടും പുള്ളിക്ക് അങ്ങോട്ട് തൃപ്തി വരുന്നില്ല. അങ്ങനെ അവിടെ വായിക്കുന്നത്, അങ്ങനെ ലോത്ത് കിഴക്കോട്ട് പോയെന്നാ അങ്ങനെ എഴുതിയേക്കുന്നത്. അങ്ങനെ ലോത്ത് 4:10 14:10 13:10 ഉൽപ്പത്തി. അപ്പോൾ ലോത്ത് നോക്കി യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെയും നീരോട്ടമുള്ളതെന്ന് കണ്ടു. യഹോവ സോദോമിനെയും ഗോമോരയെയും നശിപ്പിച്ചതിനു മുമ്പേ അത് യഹോവയുടെ തോട്ടം പോലെയും സോവാർ വരെ മിസ്രൈം ദേശം പോലെയും ആയിരുന്നു. ലോത്ത് യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെയും തിരഞ്ഞെടുത്തു. ഇങ്ങനെ ലോത്ത് കിഴക്കോട്ട് യാത്രയായി. ഇങ്ങനെ കിഴക്കോട്ട് പോവുക. ആരും വിട്ടതല്ല, തന്നെ പോവുക. അബ്രഹാം വിട്ടതാണോ? അല്ലല്ല, പുള്ളി തന്നെ കിഴക്കോട്ട് പോവുക. നമ്മളാരെയും പറഞ്ഞൊന്നും വിടണ്ട, അടിയന്തര കമ്മിറ്റി കൂടി നടപടി എടുക്കണ്ട.
നീ പ്രാർത്ഥിച്ചാ മതി, തന്നെ കിഴക്കോട്ട് പൊക്കോളും. കിഴക്കോട്ട് പോയി 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 അവസാനം വെമ്പളം തീർന്ന് കൊച്ചുങ്ങള് കിഴക്കോട്ട് പോയതിന്റെ കുഴപ്പടിയേ. തള്ള ഇപ്പോഴും അവിടെ നിൽക്കുന്ന ആ പോയേച്ച് വന്നവരൊക്കെ പറയുന്നത് ഞാൻ പോയില്ല, ഞാൻ കണ്ടുമില്ല, എനിക്കിനിയിപ്പോ തള്ളയെ കാണേണ്ട കാര്യവും ഈ പന്നെ തള്ളേനെ കണ്ടിട്ട് തന്നെ എടുക്കാനാ. പക്ഷെ പെൺപിള്ളേരും അപ്പച്ചനും കൂടെ ഓടി ഒരു ഗുഹയ്ക്കകത്ത് കയറി. അപ്പൊ ചേടത്തി അനിയത്തിയും ഞാനങ്ങ് പേരിട്ട് ആ കുഞ്ഞന്നാമ്മയും ത്രേസ്യാമ്മയും ഓണ ചേടത്തി അനിയത്തോട് പറഞ്ഞു, എടീ ത്രേസ്യ, ഇനി നമുക്ക് കല്യാണമൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നേ. ചോദിച്ചു അതിനാ കൊച്ചമ്മേ എന്ന് ചോദിച്ചാൽ നിനക്ക് എന്നെ അറിയാൻ മേല്, ഇനി ഈ ഭൂമിയിൽ ഒറ്റ ആണുങ്ങൾ പോലും ഇല്ലടി. യോ ഇനി ആകെ ഉള്ളൊരു ആന്തരി ഇതാന്ന്. കിഴക്കോട്ട് പോയവന്റെ ഗതികേടായി പറയുന്നേ. വീഞ്ഞ് കുടിപ്പിച്ച് അപ്പനാൽ 2 പെൺകുട്ടികൾ ഗർഭവതികളായി. മൂത്തവൾ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു, ഇളയവൾ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. ആ പ്രസവം കഴിഞ്ഞപ്പോൾ തമ്പുരാൻ വിലക്കിട്ടൊരു അമ്മോന്യനോ മോവാബ്യനോ യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്, 10 തലമുറ പോലും ഒരു നാളും കയറരുതെന്ന. സ്തോത്രം. ഞാൻ വിവരിക്കുന്നില്ല, ദൈവത്തിന്റെ മകത്ത് നീ പ്രമാണത്തിൽ നിൽക്കുക, നിനക്ക് നിന്റെ സന്തതിക്കും അനുഗ്രഹമാണ്. ലേവി വാളെടുത്ത് കഴിഞ്ഞപ്പോൾ അവന് സഹോദരന്മാരെന്ന് ഓർത്തില്ല. വായിരേ പിന്നെ വായിച്ചോ അതെല്ലാം മറച്ചോ. 33-ാം അധ്യായത്തിന്റെ 8 മുതൽ ആവർത്തനം. അവൻ ലേവിയെ കുറിച്ച് പറഞ്ഞത് കലകജലത്തെങ്കിൽ പോര് കഴിഞ്ഞവന്റെ പക്കൽ തന്നെ. അടുത്ത വാക്യം അടുത്തത് സഹോദരന്മാരെ അവൻ ആദരിച്ചില്ല. പിന്നെ ഇപ്പം മുന്നിരുത്തിയന്റെ ഗുണം കണ്ടോ. അപ്പൊ പുള്ളിയെ ഞാൻ മുന്നിരുത്തി പറഞ്ഞിട്ട് എന്തിനാ അവിടെ പിടിച്ചിരുത്തുന്നത് ചിന്തിച്ച് കാണും. കണ്ടോ ഗുണം ഒക്കെ എന്റെ നടത്തിപ്പിലാ കാര്യങ്ങൾ പോകുന്നത്. ഇനി മോള് മൈക്ക് കൂടെ ഒന്ന് വായിച്ചോ. അവൻ അപ്പനെയും അമ്മയും കുറിച്ച് അത് വായിച്ചതാണല്ലോ. അടുത്ത വായിക്ക്, സമയം പോകുന്നു. അവൻ സ്വന്തം സഹോദരന്മാരും നോർത്തില്ല. അടുത്ത വാക്യം. നിന്റെ വചനം അവർ പ്രമാണിച്ചു, നിന്റെ നിയമം കാത്തു. ലേവി സമയം തക്കത്തിൽ ഉപയോഗിച്ചു, വചനം പ്രമാണിച്ചു, നിയമം കാത്തു. സ്തോത്രം. അപ്പൊ തമ്പുരാന് വചനവും കാത്തു, നിയമവും പ്രമാണിച്ചു. വചനം കാത്തു, നിയമം പ്രമാണിച്ചപ്പോൾ ദൈവം തമ്പുരാൻ ശാപത്തെ അനുഗ്രഹമാക്കി. ഒന്നുകൂടെ പറഞ്ഞാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ച് വചനവും പ്രമാണവും കാത്തപ്പോൾ ഇവന്റെ മണ്ടേ കിടന്ന ശാപത്തെ ദൈവം അനുഗ്രഹമാക്കി. അടുത്ത വാക്യം വായിര്. അവൻ യാക്കോബിന് നിന്റെ വിധികളും. ഇനി അപ്പൊ തമ്പുരാൻ തിരിച്ചു. ഇനി ലേവി ആയിരിക്കും യാക്കോബിന് വിധി പ്രസ്താവിക്കുന്നത്. നിങ്ങൾ 11 ഗോത്രക്കാർ ഇവനെ കായ്ക്ക് തൊടിയിച്ചില്ലല്ലോ, വിളിച്ചില്ലല്ലോ. ഇവന്റെ യോഗത്തിന് നിങ്ങൾ ആരും പോയുമില്ല, നിങ്ങളുടെ യോഗത്തിന് ഇവനെ വിളിച്ചുമില്ലല്ലോ. തമ്പുരാനത് തിരിച്ചടിച്ചു പറയാ. ഇനി ലേവി ആയിരിക്കും വിധിക്കുന്നത്. പിന്നെ ഇസ്രായേലിന് ന്യായപ്രമാണവും ഉപദേശിക്കും. അവൻ ഇനി ഉപദേശിക്കും. അവർ നിന്റെ സന്നിധിയിൽ സുഗന്ധധൂപവും യാഗപീഠത്തിന്മേൽ സർവാംഗ ഹോമവും അർപ്പിക്കും. അടുത്ത വാക്യം. യഹോവേ അനുഗ്രഹിക്കണമേ, അവന്റെ ധനത്തെ അനുഗ്രഹിക്കണമേ, അവന്റെ പ്രവൃത്തിയിൽ പ്രസാദിക്കണമേ, അവന്റെ പ്രവൃത്തിയിൽ പ്രസാദിക്കണമേ. കണ്ടോ, ശാപത്തെ അനുഗ്രഹമാക്കി തീർക്കുക. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിൽ അപ്പൻ ശപിച്ചു, അവന്റെ യോഗത്തിന് പോകരുത്, ഇവന്റെ മന്ത്രണത്തിൽ കൂടരുത്. ലേവി പ്രാർത്ഥിച്ചു, സമയം വന്നപ്പോൾ സമയം തക്കത്തിൽ ലേവി ഉപയോഗിച്ചത് കൊണ്ട് ശാപത്തെ അനുഗ്രഹമാക്കി. ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിന്റെ മേലും സന്തതിയുടെ മേലും ഉള്ള ശാപം മാറണമെങ്കിൽ സമയം തക്കത്തിൽ ഉപയോഗിച്ച് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുക. ഇത് സുപ്രധാന കാലമാ, രക്ഷാ ദിവസമാ. ഇന്ന് രാത്രി ഓഡിറ്റോറിയം വിട്ടു പോകുമ്പോൾ യേശുവിനെ ഉള്ളത്തിൽ ഏറ്റെടുത്ത് കർത്താവിന് ഹൃദയം കൊടുത്ത് ഒരു ദൈവമൈതലായി ഇന്ന് രാത്രി നീ മടങ്ങി പോകുന്നെങ്കിൽ നിന്റെ കുടുംബത്തിന്റെ മേലും നിന്റെ മേലുമുള്ള ശാപത്ത് ഇന്ന് രാത്രി അനുഗ്രഹമാക്കും. മരണത്തിൻ തരുണങ്ങൾ പലതും വന്നതും മരണദൂതനരിയുവാൻ എന്നരികിൽ നിന്നതും. ഓ മരണത്തിൻ തരുണങ്ങൾ
പലതു വന്നതും മരണദൂതനറിയുവാനരികുന്നതും ഓ ഇരുളിലായ ദുരിതമോടെ ഓ ഇരുളിലായ ദുരിതമോടെ കരയുന്നതും കണ്ടു വീണ്ട അരുമനാഥനെ അൻപിതോ യേശുനായക തന്നിതോ ഏഴക്കായി നിൻ ജീവനെ അൻപിതോ യേശുനായക തന്നിതോ ഏഴക്കായി നിൻ ജീവനെ എത്രയോ അതിക്രമം ചെയ്ത ദോഷിന എനിക്ക് രക്ഷ ലഭിക്കുമെന്ന് നിനച്ചതല്ല ഞാൻ. എത്രയോ അതിക്രമം ചെയ്ത ദോഷി ഞാൻ എനിക്ക് രക്ഷ ലഭിക്കുമെന്ന് നിനച്ചതല്ല ഞാൻ. കനിവ് തോന്നാൻ തിരഞ്ഞുകൊള്ളുവാൻ കനിവ് തോന്നാൻ തിരഞ്ഞുകൊള്ളുവാൻ അരുമചൂതനയണഞ്ഞുകൊള്ളുവാൻ കരളലിഞ്ഞുവോ അൻപിതോ യേശുനായക തന്നിതോ ഏഴക്കായി നിൻ ജീവനെ കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്ത സമയത്തക്കത്തിൽ ഉപയോഗിക്ക. എനിക്ക് ആ ഭാഗം നിന്ന് പ്രസംഗിച്ചാൽ കൊള്ളാമെന്നുണ്ട്. വേറെ ചില കാര്യം കൊടുത്ത് യഹോവേ അവന്റെ ദാനത്തെ അനുഗ്രഹിക്കണമേ, അവന്റെ പ്രവൃത്തിയിൽ പ്രസാദിക്കണമേ. നീ പിരിവിനൊന്നും നടക്കണ്ട, പിരിക്കാനും നടക്കണ്ട, നിന്റെ ദാനത്തെ ദൈവം അനുഗ്രഹിക്കും. ഈ പ്രമാണം കാത്താ മതി. ഞാനേ സ്ഥലമൊന്നും എന്നോട് ചോദിക്കരുത്. ഒരു ചെറിയ അനുഭവം, എന്നേക്കാൾ അനുഭവമുള്ളവരായ എന്നെ കേൾക്കുന്നത്. കുറെ നാൾ മുമ്പ് ഒരു സ്ഥലത്ത് ശുശ്രൂഷയ്ക്ക് ചെന്നപ്പം അവിടെ പ്രത്യേക രീതിക്കാരാ. അപ്പം എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ ആ സഭയിലുണ്ട്. അപ്പം എന്നോട് പറഞ്ഞു, അച്ഛാ ഒരു പ്രോഗ്രാം ഇവിടെ ക്രമീകരിക്കും. കഴിവിൻ്റെ പരമാവധി ഞാൻ അങ്ങനെ ആരെയും ആ രീതിയിൽ വിളിക്കാറില്ല. വിളിക്കുന്നത് തെറ്റാന്നൊന്നും ഞാൻ പറയത്തില്ല. പരിചയമുള്ളവരെ വിളിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്നത് തെറ്റാന്നൊന്നും പറയത്തില്ല. എന്നാൽ ഞാൻ കഴിവിൻ്റെ പരമാവധി ഒരു പ്രോഗ്രാമിനായിട്ട് അങ്ങനെ വിളിക്കാറില്ല. എന്നാൽ ആൾക്കാരെ വിളിക്കും. അത് തെറ്റാന്നൊന്നുമല്ല പറയുന്നത്. അപ്പം അവൻ പറഞ്ഞു, പിന്നൊരു കാര്യം, എല്ലാ കാര്യവും ഒന്നും ഇവിടെ എല്ലാ കാര്യവും മനസ്സിലായല്ലോ. ഉപദേശമേ ഇതൊരു പ്രത്യേക തന്നെയല്ല, ഞാൻ കമ്മിറ്റിക്കാരോടൊക്കെ അവൻ്റെ ഭാഷയാ, കമ്മിറ്റിക്കാരോട് കാല് പിടിച്ച ഞാൻ പറഞ്ഞു, ഞാനൊന്നും പറയത്തില്ല, നിനക്ക് എന്നെ അറിയാമല്ലോ. ഞാൻ പറഞ്ഞു, ഒന്നും പറയരുത്. അപ്പം പറഞ്ഞു തന്നത്, അവർക്ക് ഇഷ്ടപ്പെടുകയാണെ വീണ്ടും വീണ്ടും വിളിക്കും. എല്ലാം ഉള്ളവരാണ്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, വരാം, പ്രാർത്ഥിച്ച് വരാം. ഞാൻ പ്രാർത്ഥിച്ചു ചെന്നു. അപ്പോൾ ചെന്ന് ഒന്ന് നോക്കിയപ്പോഴേ മനസ്സിലായി. പിന്നെ അവിടുത്തെ രീതികൾ കണ്ടപ്പം കുറച്ചുകൂടെ മനസ്സിലായി. പിന്നെ അകത്തിന്ന് ചിലരുടെ അകത്തിന്ന് വരുന്നത് കേട്ടപ്പോൾ പിന്നെ ഹൃദയം നിറഞ്ഞാന്നല്ലോ. എന്തായാലും ദൈവത്തിൻ്റെ കൃപയെ ശരണപ്പെട്ട് വചനം ശുശ്രൂഷിച്ചു. ദൈവം തന്ന കൃപയ്ക്കനുസരിച്ച് ഉപദേശമാണ് പറയണമല്ലോ. അപ്പോൾ ചിലർ ബൈബിൾ മടക്കി ബൈബിളിൻ്റെ സിബിട്ട് കാണിക്കുന്നു, മൂക്കരുന്ന കണ്ണട മടക്കി വെച്ചു. ചില അന്യോന്യം പോകാൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പം ഞാൻ ഇവൻ ഈ സൈഡിലിരിക്കുന്നത് കൊണ്ട് ഞാൻ ഇങ്ങനെ നിന്നാണ് പ്രസംഗിച്ചത്. കാരണം ഇങ്ങനെ നിന്നാൽ ഇവൻ എന്നെ കണ്ണ് കാണിക്കിയിരിക്കാൻ, അതിന് ഞാൻ ഇങ്ങനെ നിന്നാണ് പ്രസംഗിച്ചത്. പിന്നെ ചിലയിടത്ത് ബുദ്ധി വേണമല്ലോ. അപ്പം ഇങ്ങനെ നിന്നാൽ ഇവനോട് പറയും കണ്ണ് കാണിക്കാൻ, ഞാൻ ഇവനെ മറിഞ്ഞിങ്ങനെ പ്രസംഗിച്ചു. അപ്പം എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടുന്നില്ല, നമുക്കറിയാം, പ്രതികരണം അറിയാമല്ലോ. എന്നാൽ പുറകിലിരുന്ന് ഒരു സഹോദരി ആസ്വദിക്കുന്നുണ്ട്. ഒരു പ്രായമുള്ള ഒരമ്മ, 65 കാണുമായിരിക്കാം. 65 ഇത് കൂടുതൽ കാണാൻ സാധ്യതയുണ്ട്. യോഗമെല്ലാം കഴിഞ്ഞ് ആരും അങ്ങനെ വലുതായിട്ട് കൈ ഒന്നും തന്നില്ല. എല്ലാവരും ഇങ്ങനെ ഒഴിഞ്ഞൊഴിഞ്ഞ് പോവുക. ഈ സഹോദരി വന്നു, കൈ തന്നു. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി ആസ്വദിച്ചു, വളരെ നന്നായിരുന്നു. ഈ കൂട്ടായ്മയുടെ ആരംഭത്തിൽ ഞങ്ങളാ തുടങ്ങിയത്. അന്ന് നല്ല ഉപദേശവും വേർപാടുമായി. എൻ്റെ ഭർത്താവും മരിച്ചു, ആരംഭത്തിലുണ്ടായിരുന്നു മരിച്ചു. ഇപ്പം ആ ഗ്രൂപ്പ്, ആ പഴയ ആളെ ഞാനേ ശേഷിച്ചുള്ളൂ. എന്നെ കൊണ്ടിപ്പോൾ ഇനി ഒന്നും നടക്കുകയല്ല. നമ്മൾ പറഞ്ഞാൽ ഇപ്പോഴത്തെ പിള്ളേരാരും
അംഗീകരിക്കത്തില്ല. ഒത്തിരി നാൾ കൊണ്ട് ഞരങ്ങുക. ദൈവമേ, ആരേലും ഒരാൾ വന്നിതൊന്ന് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ വളരെ സന്തോഷം. അപ്പം എന്നോട് പറഞ്ഞ് വീട്ടിലോട്ട് കൊണ്ടുപോകുന്നില്ല, കാരണം മോനും കുടുംബവും വന്നിട്ടില്ല, ഞാൻ തന്നെയാണ് താമസം, പിന്നെ ഒരിക്കൽ കൊണ്ടുപോകാം, പ്രാർത്ഥിക്കണം എന്ന് വെച്ച് ഇവരെ ഒരു കവറ് തന്നു. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, ഇല്ല, സന്തോഷം, ഇത് സ്വീകരിക്കണം. അപ്പോൾ ഇവനും അടുത്ത് വന്ന് എന്നോട് പറഞ്ഞ് മേടിച്ചോളാം, കാരണം അവന് മനസ്സിലായി മറ്റിടത്ത് നിന്നൊന്നും കിട്ടുകയില്ല, ഇതേലും കിട്ടട്ടെന്ന് ഓർത്ത് അവൻ പറഞ്ഞു മേടിച്ചു. അപ്പം കണ്ടമാനം നിർബന്ധിച്ചു. സ്തോത്രം. ഓപ്പണായിട്ട് പറയാം, ഓപ്പണായിട്ട്. കൈ ഉള്ളത് കൊണ്ടെല്ലാം പറയാനും ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ ഓളിയം കുറയ്ക്കാവോ? ഒന്ന് കുറച്ചേ, ഓളിയം കുറച്ചേ, നമ്മൾ കേട്ടാൽ മതി. കുറച്ചോ? സത്യമാന്നേ? ആന്നേ? വിശ്വസിക്കാമോ? അപ്പം കവർ താമസിക്കുന്ന പ്രാർത്ഥിച്ച് തുറന്നപ്പം ആ ദൈവദാസി നല്ല ഒരു എമൗണ്ടാണ് തന്നത്, നല്ല എമൗണ്ട്. ആ സഭയിലൊരു 10 പ്രാവശ്യം ശുശ്രൂഷ ചെയ്താലും തരാത്ത വിധത്തിൽ ഒക്കെ ചില രീതികളുണ്ടല്ലോ. ഞാൻ പെട്ടെന്ന് കതക് തുറന്ന് ഇവനെ വിളിച്ചു. നീയല്ലേ പറഞ്ഞ ഉപദേശം പറഞ്ഞാൽ പൈസ കിട്ടുക, എത്ര പൂജ്യം ഉണ്ടെന്ന് നോക്കാൻ പറഞ്ഞു. നോക്ക്, പൂജ്യം എത്രയുണ്ടെന്ന് വായിക്കാൻ പറഞ്ഞു. ദൈവം നിന്നെ കൈവിടുകയില്ല. വചനം കാത്തു, പ്രമാണം കാത്തു. എന്തോ അമ്മേ പറഞ്ഞേ? തള്ളക്ക് അതറി കഴിഞ്ഞിട്ട് ഭയങ്കര പൂജ, വേറൊന്നും അറിയണ്ട. 500 പൂജ്യം അങ്ങ് പോ. അതാ വിഷയം, പൂജ്യം എത്രയുണ്ടെന്ന്. ഒരു കാര്യം പറയാം, ഞാനും നിങ്ങളും പ്രമാണത്തിന് നിന്നാൽ, വചനം കാത്താൽ ദൈവം നിന്നെ കൈവിടുകയില്ല. ഒരുപക്ഷെ സഭക്കാര് കൈവിടും, ദൈവം കൈവിടുകയില്ല. സംഘടന കൈവിട്ടെന്ന് വരാം, ദൈവം കൈവിടുകയില്ല. സെന്റർ കൈവിട്ടെന്ന് വരാം, ദൈവം കൈവിടുകയില്ല. കേന്ദ്രത്തിൽ നിന്ന് കൈവിട്ടെന്ന് വരാം, സ്വർഗം നിന്നെ കൈവിടുകയില്ല. എന്റെ വചനം കാത്തു, എന്റെ പ്രമാണം ആചരിച്ചു. ലേവിയുടെ ധനത്തെ അനുഗ്രഹിക്കണം. മതി. ലേവി സമയം തക്കത്തിൽ അവിടെ, ലേവി സമയം തക്കത്തിൽ മോനിഞ്ഞുമായി വിടി. അപ്പൊ ശ്രദ്ധിക്കുക, ലേവി സമയം തക്കത്തിൽ ഉപയോഗിച്ചു. ഒരു കാര്യവും കൂടെ പറഞ്ഞങ്ങ് നിർത്താം. വേറെ 3-4 കാര്യമൊക്കെ പറയണ്ടതാ, അതുകൂടെ പറഞ്ഞങ്ങ് നിർത്താം. അപ്പം മതി. ദൈവത്തിന് മകുത. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 3-4 വാക്യം ഒന്ന് വായിച്ചേ, പെട്ടെന്ന് വായിച്ചു. ദൈവത്തിന് മഹത്വം. ഉറക്കമായിരു മോളെ. അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛജഡമാംസി തൈലം ഒരു റാത്തലെടുത്ത് യേശുവിന്റെ കാൽക്കൽ പൂശി തന്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി തൈലത്തിന്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. എന്നാൽ അവന്റെ ശിഷ്യന്മാരിൽ ഒരുത്തനായി അവനെ കാണിച്ചു കൊടുക്കാനുള്ള യൂദാ ഇസ്കരിയോത്താവ് ഈ തൈലം 300 വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാഞ്ഞത് എന്ത് എന്ന് പറഞ്ഞു. ഞാൻ പാട്ടിന്റെ വരി മറന്നില്ല. യൂതൻ വരുമ്പോ തന്തയെ കാണിച്ചു കൊടുപ്പാ. പന്തിരുവരിലൊരുത്തനം യൂതൻ വരുന്നു തന്തയെ കാണിച്ചു കൊടുപ്പാ. കഷ്ടം തന്തയെ കാണിച്ചു കൊടുപ്പാ.
പന്തിരുവരിലൊരുത്തനം യൂതൻ വരുന്നു തന്തയെ കാണിച്ചു കൊണ്ടുവാ. അപ്പൊ ശ്രദ്ധിക്കുക, എനിക്ക് നേരമില്ല. അപ്പോൾ അങ്ങനെ എഴുതിയേക്കുന്നത്, അങ്ങനെ സമയം തക്കത്തിൽ ഉപയോഗിച്ചു. അപ്പോൾ പെസഹായ്ക്ക് 6 ദിവസം മുമ്പ് യേശു ബഥാനിയിൽ വന്നു. ഈ വീട്ടിൽ പലപ്പോഴും വരും, വരാൻ കൊള്ളാവുന്ന വീടാ. ഇവിടെ 2 സഹോദരിമാരുണ്ട്, മാർത്തെ മറിയ, ആങ്ങള ലാസറെ. യോഗത്തിന് ഇരിക്കുക, അല്ലെങ്കിൽ ഒത്താശയൊക്കെ ചെയ്യും. കസാര എടുത്തിടും, കുടിക്കാൻ വെള്ളം കൊണ്ട് കസാര മടക്കി വെക്കും. ഉപദേശിമാർക്ക് ചോറ് എന്നാ മോനെ, ആരെയാ മോനെ, പുറത്ത് നിന്ന് വേണ്ട ഒത്താശയെല്ലാം ചെയ്യും. പക്ഷേ യോഗത്തിന് അങ്ങനെ ഇരിക്കുകയല്ല, ഇരിക്കുന്നത് മുഴുവൻ മറിയ തൃപ്പാനത്തിൽ. യേശു പലപ്പോഴും ഈ വീട്ടിൽ വരും. വരുന്നത് തന്നെയല്ല, ശിഷ്യന്മാരും ഉണ്ട്. ആ വീട് എന്തോ നല്ല വീടാ. ഇത്ര എണ്ണത്തിനാ സന്ധിക്കുന്നത്. നമ്മുടെ വീട്ടിൽ 3-4 പേര് ഒന്നിച്ച് വന്നാലോ ഉടനെ പറയും, ഇതെല്ലാം തള്ളിക്കൊണ്ട് ഇങ്ങോട്ട് എന്തിനാ വരും. അങ്ങനെ പറയുന്ന ആൾക്കാരും ഉണ്ട്. അഥവാ അല്ലേ ചോദിക്കുക, കഴിച്ചേച്ചായിരിക്കും വന്നല്ലയോ, അങ്ങനെയുള്ളവരും. ഏതായാലും ഈ സഹോദരിമാർ യേശുവിനെ ശിഷ്യന്മാരെയൊക്കെ ആദരിക്കുകയും ശുശ്രൂഷിക്കുകയും വിസ്തരിക്കുന്നില്ല. പെസഹായ്ക്ക് 6 ദിവസം മുമ്പ് യേശു വീട്ടിൽ വന്നു. ഒരു അത്താഴമൊക്കെ ഒരുക്കി എല്ലാവരും ഉണ്ട്. പെട്ടെന്ന് മറിയ സൂക്ഷിച്ചു വെച്ച സ്വച്ഛമാംസി തൈലം ഒരു റാത്തലെടുത്ത് അവിടുത്തെ തൃപ്പാദത്തിൽ പൂശി മറിയ സമയം തക്കത്തിൽ ഉപയോഗിച്ചു. ദൈവത്തിന്റെ മഹത്വം. അപ്പൊ അവിടെ യൂദ ഇരിപ്പുണ്ട്. യൂദ ഉടനെ ഇത് കണ്ടിട്ട്, ഈ വിഷയം ഇവള് കമ്മിറ്റി പറഞ്ഞതായിരുന്നു. ഇത് കമ്മിറ്റി അറിഞ്ഞുകൊണ്ടാണോ ഈ തൈലം ഇപ്പോൾ? കമ്മിറ്റിക്കാരോട് പറഞ്ഞ ഇവന്മാർ സമ്മതിക്കുമോ? അവന്മാർ പറയാൻ പറഞ്ഞി ഇങ്ങോട്ട് താ, ഞങ്ങളത് വിറ്റേച്ച് പാണ്ടിലിടുമെന്ന് പറഞ്ഞു. പിന്നെ യേശുവിനെ പൂശാൻ വേറെ അത്തറ് കാണുന്നത്. അല്ല, മറിയക്ക് ഇവന്മാരെ എല്ലാം നന്നായിട്ട് കൊള്ളാം. കൂടി വീട്ടിൽ വന്ന് യോഗത്തിന് ഇരിക്കുമ്പോൾ മറിയ ഇവിടെ എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. യോഗത്തിനെല്ലാം ഇങ്ങനെ പമ്മി ഇരിക്കലും പിന്നെ ഈ മക്കൾ അവിടെ ഇരിപ്പുണ്ട്. ആറോട് ചാരിയിരിക്കുന്നു. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് പത്രത്തിൽ താക്കോലിട്ടൊന്ന് കറക്കും. കാരണം പുള്ളിയുടെ താക്കോല് ഇതൊക്കെ മറിയ കാണുന്നുണ്ട്. എന്താ പറഞ്ഞ താക്കോല്. ഇടയ്ക്കിടയ്ക്ക് യോഗത്തിനിടയിലും യൂദ ഇരുന്ന് എണ്ണും പണം. സഭായം കഴിഞ്ഞ ഉടനെ അവർക്ക് സഭായം ഒന്നുമില്ല, പക്ഷെ ഉടനെ അവർ മാറിയിരുന്ന് ഉണ്ടെന്ന് മറിയ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. മറിയക്കറിയാ യവന്മാരോട് പറഞ്ഞാൽ ഇവന്മാർ ഈ തൈലം പൂശാൻ അനുവദിക്കത്തില്ല. പിന്നെ കമ്മിറ്റി പറയണം, കമ്മിറ്റി കൂടണം. എത്ര കമ്മിറ്റി കൂടിയാലാ പൂശണ്ടയോ? അപ്പൊ പകുതി പേര് പൂശണം, പകുതി പേര് പൂശണ്ട. ഒരുത്തൻ പറയും, ഞാൻ പണ്ടൊന്ന് പൂശിയതാ, അങ്ങനെ തിരിച്ച് എന്നെ പൂശിയത് കൊണ്ട് ഞാൻ പിന്നെ ആ പൂശ അന്നുകൊണ്ട്. അപ്പൊ ഒരുത്തൻ പറയും, ഞങ്ങളെല്ലാം കൂടെ പണ്ട് ഒരുത്തനെ പൂശ. ഉടനെ മറ്റവൻ കയറി പറഞ്ഞു, എന്നെ പൂശിയാൽ ഞാൻ ഒറ്റ ഒരുത്തനെ. ഇവന്മാരെല്ലാം പൂശാൻ മറിയയ്ക്ക് ഇവനെ എല്ലാം നന്നായിട്ട് അറിയാം. മറിയ മിണ്ടിയില്ല. അവിടുത്തെ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മറിയകത്ത് എന്ന് സൂക്ഷിച്ചു വെച്ച ഒരു വെങ്കൽ പെരണി തൈലം, സ്വച്ഛമാംസി തൈലം എടുത്ത് തൃപ്പാനത്തിൽ പൂശിയപ്പോ യൂദ ഇളകി. യൂദ പറഞ്ഞു, ഇത് കമ്മിറ്റിയിലൊക്കെ ഇങ്ങനൊക്കെ ഈ ഇടയിൽ ഇതിങ്ങനെ പൂശാമോ? ഈ കാണിക്കുന്നത് ഇവിടെ പീറ്റർ അച്ചാൻ ഇല്ലയോ? പീറ്റർ അച്ചാനോട് ഒന്നുമില്ലേ? പീറ്റർ അച്ചാനോടെങ്കിലും ഒന്ന് പീറ്റർ അല്ലേ? യോനാച്ചനുണ്ടല്ലോ, യോനാച്ചൻ ഹൃദയത്തിന്റെ സ്പന്ദനം, യേശുവിന്റെ സ്പന്ദനം പുള്ളിയോടൊന്ന് പറയണ്ടേ? ഒന്നുമില്ലെങ്കിൽ എന്നോടൊരു വാക്ക്. ഞാനില്ലാതെ ഇവിടെ കാര്യം നടക്കുവോ? കാശല്ല എന്റെ, പ്രഷാറല്ലയോ ഞാൻ? യൂദ കയറി ഉടക്കി.
ഈ പാഴ്ചല ഇത് ഇത് വിറ്റ ദരിദ്രന്മാർക്ക് അവിടെ എഴുതിയിട്ടുണ്ട്, ഇവന് ദരിദ്രന്മാരോടൊന്നും കനിവും, ഇവൻ കള്ളന. അങ്ങനെ ഇവൻ കള്ളൻ. 2 പണസഞ്ചി ഇവന്റെ പക്കൽ, 3 ഇവൻ അടിച്ചു മാറ്റുക. അങ്ങനല്ലേ എഴുതിയേക്കുന്നേ? മാറ്റിയെന്നല്ല, എങ്കിലും വായിച്ചേ. ദരിദ്രന്മാരെ കുറിച്ച് വിചാരമുണ്ടായിട്ടല്ല, അല്ലെന്ന് അവൻ കള്ളനാകൊണ്ടും പണസഞ്ചി തന്റെ പക്കൽ ആകയാൽ അതിലിട്ടത് എടുത്തുകൊണ്ടുവന്നതും ഇവ അതിലിട്ടത് എന്നും അടിച്ചു മാറ്റി. ഓഡിറ്റിങ്ങും വായനയൊന്നും യേശുവിന്റെ കാലത്ത് ഇല്ലെന്ന്. നമുക്കല്ലേ സഭ ഞായറാഴ്ച ചെല്ലുമ്പോൾ കൊടുത്തവന്റെ ലിസ്റ്റ്, കൊടുക്കാത്തവന്റെ ലിസ്റ്റ് ഉടനെ സെക്രട്ടറി തള്ളിക്കൊണ്ട് വന്ന് ഇനിയും ആരാണ് തരാനുള്ളത്? എന്നാ നാണം കെട്ടടപാടാടാ. ദൈവത്തെ ആരാധിക്കാൻ വരുന്നവനെ നീ ഇരുന്ന് പിഴിയുന്നത്. എടാ, കൊടുക്കണ്ടവൻ കൊടുത്തോളും, കൊടുക്കണ്ടവൻ കൊടുത്തോളും. ഇത് ലിസ്റ്റ് ഇട്ടേക്കുന്നു. ദശാംശം തന്നവന്റെ തരാത്തവന്റെ ആണ്ടോടാണ്ടക്ക് അടിച്ച ചെല്ലാത്തിന്റെ കയ്യിൽ ഓരോ എന്നാ നിങ്ങളല്ല എന്നെ ഇങ്ങനെ എന്നതാ എന്താ ഞാനെങ്കിലും അനുകൂലിക്കുന്നല്ലോ, ദൈവം അനുഗ്രഹിക്കട്ടെ. നാണക്കേടാ ഇത്, നാണക്കേടാന്ന്. റോഡ് പണിയുന്നവൻ കാണും, റബ്ബർ വെട്ടാൻ പോകുന്നവൻ കാണും, അടുക്കള പണിയുന്ന അമ്മാമ്മ കാണും. ലിസ്റ്റ് ഇടുമ്പോ നാണക്കേടാന്ന്. വെളിവില്ലാത്ത ഇനം. സ്തോത്രം. കൊടുക്കേണ്ടവൻ കൊടുക്കും, കൊടുക്കരുതെന്ന് പറഞ്ഞാലും കൊണ്ട് കൊടുക്കും. എന്താ വെച്ചു മോനെ? ഏതാണ്ട് പറഞ്ഞെന്നെ. ആനയെ പേടിച്ചാൽ മതി, പിണ്ടം പേടിക്കണ്ട. ആന വരുമ്പോ പേടിക്കണം. ആനയാ കൊമ്പൻ, പിണ്ടം കിടക്കുന്നതിനാ പേടിക്കാൻ. കൊടുക്കേണ്ടവൻ കൊടുക്കുമെന്ന്. ഇനി അഥവാ ആരും തന്നില്ലെങ്കിലും നിന്നെ പുലർത്താൻ ദൈവം വിശ്വസ്തനാ. ദൈവം തുറന്നാൽ ആരും അടയ്ക്കത്തില്ല, ദൈവം അടച്ചാൽ ആരും തുറക്കത്തുമില്ലെന്ന്. ആരെങ്കിൽ പാറയൊരുക്കുന്നവനാ ദൈവം. എന്തിനേരം ഓടിച്ചു നിർത്താ? ഇവള് കൊണ്ട് ഭരണി പൊട്ടിച്ചൊടിച്ചു. ആമ സുഗന്ധം കൊണ്ട് വീട് മുഴുവൻ അങ്ങ് സൗരഭ്യം. ദൈവത്തിന് മകത്വം നിറഞ്ഞു, ദൈവത്തിന് മകത്വം. യൂദാ കയറി ഓടക്കൊക്കെ ഉണ്ടാക്കി. പക്ഷെ ഒരു കാര്യം, സമയം തക്കത്തിൽ കാരണം കൂടെ പറയാം. നമ്മുടെ കർത്താവ് അത് കഴിഞ്ഞ് പെസഹയ്ക്ക് 6 ദിവസം മുമ്പ്, അത് കഴിഞ്ഞ് പെസഹ കഴിഞ്ഞ് അന്ത്യത്താഴം കഴിഞ്ഞ് ഗദ്രോന്തോട് കിടന്ന് ഒലിവുമലയിൽ ചെന്ന് പ്രാർത്ഥിക്കുന്ന വേളയിൽ വിയർപ്പ് രക്തത്തുള്ളി പോലെ നിലത്ത് വീണു. അതിവേദന, പ്രാണവേദനയിലായി. യൂദയുടെ ഒറ്റിക്കൊടുപ്പിനാൽ വാളും മടിയും തീപട്ടിയും പന്തങ്ങൾ. ഇവനെ പോകാനൊരു കാര്യം കൂടെ പറയും. ഇത് 300 വെള്ളിക്കാശാ. 300 വെള്ളിക്കാശ് ഇവന്റെ സഞ്ചിക്കകത്ത് വരേണ്ടതാ. അതിന് അവൻ അന്നേരം ചെയ്ത് 30 കാരണമല്ലേ 300 എൻ്റെ സഞ്ചിക്കകത്ത് വരാഞ്ഞ്. അന്നാ ഇവനെ 30 കിട്ടും. 30 ഒറ്റിയിട്ടേ ഉള്ളൂ. ഇവനെ അന്ന് രാത്രി തന്നെ അവിടെ ചെന്ന് പറഞ്ഞ് ഞാൻ ഉമ്മ വെക്കും, ഞാൻ അച്ഛനാ. ആരും കേറി പ്രാണവേദനയിൽ നമ്മുടെ കർത്താവായിരിക്കുക. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഭുവനത്തിൽ ഭാരം ഭുവനതിനാൽ ഗതസമന ഭുവനത്തിൽ അധിക ഭാരം വഹിച്ചതിനാൽ അതിവ്യഥയിൽ യൂദയുടെ ഒറ്റക്കൊടുപ്പിനാൽ ചുംബനം കൊണ്ട് പിടിച്ചു കൊടുത്തു. അടിച്ചും ഇടിച്ചും ഉപദ്രവിച്ചും പീലാത്തോസിന്റെ കൽത്തളം മുതൽ കാൽവറി മേട് വരെ കുരിശുമരം ചുമന്നുകൊണ്ട് മുഖത്തെ രോമം പിടിതെടുക്കപ്പെട്ടവനായി, കണ്ണുമൂടി കന്നത്തടിയേറ്റവനായി, മുൾക്കിരീടധാരിയായി ആ റോമൻ ചാട്ടമാറുകൊണ്ട് അടിച്ച് ചാട്ടമറിക്കുമ്പോൾ മാംസം ഇരുന്ന് പറഞ്ഞ് മുതുക ഉഴവയാലുപോലെ നീളത്തിൽ കീറപ്പെട്ടവനായി, വീണും വേച്ചും പറിച്ചും കാൽവറിയുടെ കൊലമരത്തിൽ 2 കള്ളന്മാരുടെ നടുവിൽ ഇരുമ്പാടുകൾ കേൾപ്പിച്ചു കൊടുത്ത് അവ ഉറക്ക നിലവിളിച്ച് അവിടുന്ന് പ്രാണനെ വിട്ടു.
മരിച്ചെന്നുറപ്പ് വരുത്തുവാൻ വിലാപ്പുറത്ത് കുത്തി അവൻ രക്തവും വെള്ളവും ചാടി പുറപ്പെട്ടു. അവൻ PV തൊമ്മയായിരുന്നിരിക്കുന്നത് കരുണയില്ലാത്ത പടയാളി ഒരു പെരിയ കുന്തം അങ്ങെടുത്തു കുത്തി തുറന്നു ചങ്കിൽ ഉടനെ ഒഴുകി ജലവും രക്തവും ഉടനെ കുത്തി തുറന്നു ചങ്കിൽ ഉടനെ ഒഴുകി ജലവും രക്തവും ഉടനെ മരിച്ചെന്നുറപ്പ് വരുത്തിയപ്പോൾ പീലാത്തോസിന്റെ അനുവാദത്തോടെ രാത്രി വന്ന് നിക്കോദെമോസും അരിമത്തിയിലെ യോസേപ്പ് അവിടുത്തെ തിരുശരീരം ക്രൂശിൽ നിന്നിറക്കി ആ 100 റാത്തൽ സുഗന്ധക്കൂട്ടുള്ള നിർമ്മല ശരീരത്തിൽ പൊതിഞ്ഞ് അരിമത്തിയാക്കാരൻ യോസേപ്പിന്റെ ആരെയും വെക്കാത്ത കല്ലറയിൽ കൊണ്ടടക്കി കല്ല് വെച്ച് മുദ്ര വെച്ച് ഏതാണ്ട് 100 പടയാളികളെ കാവലേർപ്പെടുത്തി എല്ലാവരും പിരിഞ്ഞു പോയി. സഹോദരിമാർക്ക് ഉറക്കം വന്നില്ലെന്നുള്ളതാ. അധികാലത്ത് സഹോദരിമാര് കല്ലറയിലോട്ട് ഓടുക. ആരൊക്കെയാ ഓടിപ്പോയത്? ഓടി കല്ലറയിലോട്ട് ഓടുക. ഒരുക്കിയ സുഗന്ധവർഗവുമായിട്ടാ, ചുമ്മാതല്ല, ഒരുക്കിയ സുഗന്ധവർഗം. ആരൊക്കെയാ പോയത്? മത്തല്ലക്കാരത്തി മറിയ, മറ്റേ മറിയ, ശലോമ, പെണ്ണുങ്ങളുടെ കാര്യം ചോദിക്കുമ്പം ഇവിടുന്ന് ഞാൻ എഴുന്നേപ്പിച്ച് മാറ്റിയിരുത്തും. മഗ്ദലമേരി അതിരാവിലെ കൂട്ടരുമായി അങ്ങ് തേടി വന്നു. അതെ, രാവിലെയോ പാടുന്നില്ല, രാത്രിയിലും പാടാം. മഗ്ദലമേരി അതിരാവിലെ കൂട്ടരുമായി അങ്ങ് തേടി വന്നു. അപ്പൊ ശ്രദ്ധിക്കുക, മഗ്ദലക്കാരത്തി മറിയുണ്ട്, മറ്റേ മറിയുണ്ട്, ശൂശന്നയുണ്ട്, യോഹന്നയുണ്ട്, ശലോമയുണ്ട്. ഇവരെല്ലാം ഒരുക്കിയ സുഗന്ധവർഗമായിട്ട് പോകുക യേശുവിനെ പൂശാൻ. പക്ഷെ അവിടെ ചെന്നപ്പോൾ കല്ലറ തുറന്ന് അകത്ത് യേശുവില്ല. അവൻ ശീലകൾ ചുരുട്ടി അവിടെ വച്ചിരിക്കുന്നു. ദൂതൻ നിന്ന് പറയുകയാ, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ജീവനുള്ളവനെ നിങ്ങൾ എന്തിനാ മരിച്ചവരുടെ ഇടയിൽ? അവൻ പൂശാൻ ഒത്തില്ലെന്ന്. യേശുവിനെ പൂശാൻ സോദരി സമാജം, പ്രസിഡന്റ് അമ്മാമ്മ, സെക്രട്ടറി അമ്മാമ്മ, ഇപ്പം പെണ്ണുങ്ങൾക്ക് ഇലക്ഷൻ ആയെന്ന് കേൾക്കുന്നതാന്നേ. ആയോ? അവരായിട്ട് എന്തിനാ കുറയ്ക്കുന്നത്? എന്തായാലും കൊള്ളാം. സെക്രട്ടറിയും ട്രഷറും പ്രസിഡന്റ് അമ്മാമ്മയല്ല, യേശുവിനെ പൂശാൻ സുഗന്ധവർഗമായിട്ട് കർത്താവ് എഴുതിയിട്ടില്ലെങ്കിലും എന്റെ ചിന്തയാ, പൂശിക്കാം. ഒറ്റയൊരുത്തനെ കൊണ്ട് പൂശിപ്പിച്ചില്ല, എല്ലാം തിരിച്ച് പോന്നു. എന്നാൽ ആ കൂട്ടത്തിൽ ബഥാന്യയിലെ മറിയയില്ല. മഗ്ദലക്കാരത്തി മറിയയും മറ്റേ മറിയ, സൂസന്നെ, യോഗന്നെ, ശലോമയുണ്ട്. പക്ഷേ രാവിലെ പോയ കൂട്ടത്തിൽ ബഥാന്യയിലെ മറിയ ഇല്ല. അവള് പെസഹയ്ക്ക് 6 ദിവസം മുമ്പ് സമയം തക്കത്തിൽ ഉപയോഗിച്ചു. അവള് പെസഹയ്ക്ക് 6 ദിവസം മുമ്പേ സമയം, കാരണം അവള് തൃപ്പാനത്തിലിരിക്കുക. യേശു പറഞ്ഞതെല്ലാം നോട്ട് ചെയ്യുന്നുണ്ട്. നോട്ട് ചെയ്തതെല്ലാം വിശ്വസിച്ചു. അപ്പൊ അവക്ക് മനസ്സിലായി അവിടുന്ന് ഇത് കഴിഞ്ഞാൽ ക്രൂശിക്കപ്പെടാൻ പോകുകയാ, മരിക്കാൻ പോകുക. അങ്ങനെ മരിച്ചാൽ ചിലപ്പോൾ ഒരു പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് എനിക്ക് പൂശാനോ ചെല്ലാനോ ചിലപ്പോൾ ഒത്തെന്ന് വരിക. അതുകൊണ്ട് ഇന്ന് രാത്രി എൻ്റെ വീട്ടിൽ വന്നിരിക്കുക, എൻ്റെ അടുത്ത് വന്നിരിക്കുക. ഇനി ഞാനിത് മറച്ചു വെക്കുന്നില്ല, കൊണ്ട് പൊട്ടിച്ച് തൃപ്പാനത്തിൽ ഒടിച്ചു. അതുകൊണ്ട് ദൈവം അവളെ ആദരിച്ചു. ഇന്ന് രാത്രി നിന്റെ സമയം തക്കത്തിൽ ഉപയോഗിക്കണം കേട്ടോ. അവൻ നാളത്തേക്ക് മാറ്റരുത്, അടുത്ത ദിവസത്തേക്ക് മാറ്റരുത്. ഇത് രക്ഷാ ദിവസമാ, സുപ്രസാര കാലമാ. ഇന്ന് രാത്രി